എന്നെ സ്നേഹിപ്പാൻ എന്തു കണ്ടെന്നിൽ ഈ മാർവിൽ ചാരുവാൻ എന്തു യോഗ്യത. എന്നെ സ്നേഹിപ്പാൻ എന്തു കണ്ടെന്നിൽ ഈ മാർവിൽ ചാരുവാൻ എന്തു യോഗ്യത. വന്നുവോ ഉന്നതികൾ വെടിഞ്ഞി ഏഴയ്ക്കാൻ, ഏറ്റുവോ എല്ലാ ശിക്ഷകളും എൻ്റെ രക്ഷയ്ക്കാൻ. എന്നെ മെനഞ്ഞ തൃക്കരങ്ങളോ തകർന്നത്, ഇനി ജനെ സമ്പത്താക്കുവാനോ മരിച്ചത്. എന്നെ സ്നേഹിപ്പാൻ എന്തു കണ്ടെന്നിൽ ഈ മാർവിൽ ചാരുവാൻ എന്തു യോഗ്യത. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദേശത്തും ഈ സുവിശേഷം അറിയിപ്പാൻ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. എന്താ സുവിശേഷം? യേശുവാണ് സുവിശേഷം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമുക്ക് വേദപുസ്തകം തുറക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, മറ്റൊരുവൻ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശുവിൻ്റെ നാമം. ഒറ്റ നാമമേ ഉള്ളൂ ആരാധിപ്പാൻ യോഗ്യതയുള്ള നാമം, ആരാധിപ്പാൻ ശ്രേഷ്ഠതയുള്ള നാമം, എവിടെയും വിളിച്ചു പറയാൻ പറ്റുന്നൊരു നാമം, ആരോടും പറയാൻ പറ്റുന്ന നാമം, എവിടെ പോയാലും ഉയർത്താൻ പറ്റുന്ന നാമം, ലജ്ജിക്കാതെ തല ഉയർത്തി നിന്ന് പറയാൻ പറ്റുന്നൊരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമേ ഉള്ളൂ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4:12 വായിക്കാം. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷ ഇല്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ചന്തസ്ഥലത്ത് പറയാൻ പറ്റുന്ന നാമം, ഭവനങ്ങളിൽ കയറിയിറങ്ങി പറയാൻ പറ്റുന്ന നാമം, സ്വത്രം ഏത് കല്യാണ വീട്ടിലും കയറി പറയാൻ പറ്റുന്ന നാമം, ഏത് സ്വത്രം ഈ ദേശത്തിലും ഏത് വ്യത്യസ്ത നിലവാരത്തിലും ദുഃഖഭവനത്തിനകത്തും കയറി പറയാൻ പറ്റുന്ന നാമം, ഒറ്റപ്പെട്ട നടുവിൽ പറയാൻ പറ്റുന്ന നാമം, ആത്മഹത്യക്ക് വേണ്ടി ഓടുന്നവരോട് പറയാൻ പറ്റുന്ന നാമം, സ്വത്രം കവലകളിൽ നിൽക്കുന്നവരോട് പറയാൻ പറ്റുന്ന നാമം, വേദനയിൽ ഒറ്റപ്പെട്ട വ്യക്തികളോട് പറയാൻ പറ്റുന്ന നാമം, എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ ഞാൻ എല്ലാവരും ഒറ്റപ്പെട്ടു തകർന്നു, ജീവിതം മടുത്തു എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്നേഹ സന്ദേശത്തിന്റെ ഉടമസ്ഥനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവേ ഉള്ളൂ. ആ യേശു ഇന്ന് ദേശത്ത് ഈ ശബ്ദ പരിധിക്കുള്ളിൽ കണ്ണുനീരോടെ ഇരിക്കുന്ന മക്കളെ തൊടാൻ കഴിവുള്ള ഒരു കരമുണ്ടെങ്കിൽ, സ്തോത്രം, മുഖം പാടിയിരിക്കുമ്പോൾ ഒരുപക്ഷെ ഹൃദയത്തിന്റെ വാട്ടം ആർക്കും അറിയത്തില്ലെങ്കിലും ഒരുപക്ഷെ അടുത്തിരിക്കുന്നവർ മുഖം പാടിയിരിക്കുന്നത് എന്തെന്ന് ചോദിക്കുമായിരിക്കാം. പക്ഷെ ഹൃദയത്തിന്റെ ആഴമേറിയ വിങ്ങൽ കൊണ്ട് പൊട്ടി തകർന്നിരിക്കുമ്പോഴും മുഖം പുഞ്ചിരിയോടെ ഇരുന്നാലും മനുഷ്യർക്ക് മനസ്സിലായില്ലെങ്കിലും ആമേൻ മനസ്സിനെ മനസ്സിലാക്കുന്ന, ഹൃദയത്തിന്റെ ആഴത്തിലെ വേദനയെ അളക്കുന്ന ഒരു സർവശക്തനാകുന്ന യേശു ഇന്ന് രാത്രി ഈ ദേശത്തിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ മാന്യ ശ്രോതാവേ, താങ്കളുടെ അടുക്കൽ താങ്കൾ രക്ഷിപ്പാൻ ഒരുവൻ വന്നിട്ടുണ്ട്. മറ്റൊരുവൻ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഏക സത്യ നാമം, ഏക നാമം അത്
യേശു എന്ന നാമം. അതുകൊണ്ട് എബ്രായർ 3:1 വാക്യത്തിൽ പറഞ്ഞു, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട ഒരാളെ ഉള്ളൂ, അത് സ്വത്രം യേശു മാത്രം. എപ്പോഴും നോക്കാൻ, എന്തും പറയാൻ യോഗ്യതയുള്ള ഒരുവൻ, ദൈവത്തിന് മഹത്വം. ഈ ലോകത്തിൽ സ്വത്രം ലോകപരമായ യോഗ്യതകളുള്ളവർ കാണാം, പഠനപരമായ യോഗ്യതയുള്ളവർ കാണാം, ജ്ഞാനത്തിലും സമ്പത്തിലും കഴിവിലും അറിവിലും പരിജ്ഞാനത്തിലും പേരിലും പ്രശസ്തിയിലും യോഗ്യതയുള്ളവർ കാണാം. ഞാൻ പറയാം, സ്വത്രം സകല നാമത്തിനും മേലായ നാമമുള്ളവന്റെ യോഗ്യത ഈ ഭൂമിയിലെ യോഗ്യതകളല്ല, സകലത്തിന്റെയും മേലായ ഒരു യോഗ്യനുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കുന്ന യേശുവിന്റെ യോഗ്യതയേ ഉള്ളൂ. എബ്രായർ 3:1 പറയുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. ഓ ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ട ലോകത്തിലല്ല, ശ്രദ്ധിക്കേണ്ട യേശുവിൽ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എല്ലാത്തിനും പരിഹാരം തരാൻ കഴിവുള്ള ഒരുവനാണ് ആര്? യേശു ക്രിസ്തു. അപ്പൊ നോക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും മുട്ടുമടക്കേണ്ടതും എവിടെ? ഒരുവനേ ഉള്ളൂ. അതത്ര എല്ലാ മുഴങ്കാലും മടങ്ങുന്നൊരു നാമം, അത് യേശു എന്ന നാമം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു, കണ്ണുനീര് നിറഞ്ഞിരിക്കുന്നു, മദ്യ ലോകത്തെ മൂടിയിരിക്കുന്നു, ലഹരി വസ്തു തലമുറകളെ തകർത്തോണ്ടിരിക്കുന്നു. അപ്പന് മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടം, മക്കൾക്ക് അപ്പനമ്മമാരെ തിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടം, ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടം. പണ്ട് കാലങ്ങളിൽ ദൈവത്തിന് സ്വത്രം സ്ത്രീകൾ മദ്യപിക്കുമായിരിക്കാൻ ചുരുക്കമാണ്, പക്ഷെ ഇന്ന് പെൺമക്കളാണ് കൂടുതൽ മദ്യപിക്കുന്നത്. ഇന്ന് ഈ സ്വത്രം ഈ ഭൂമിയിൽ എവിടെ നോക്കിയാലും ആൺമക്കളെക്കാൾ കൂടുതൽ മദ്യപിക്കുന്നത് സ്വത്രം പെൺമക്കളാണ്. 12, 1 മണിക്കും 2 മണിക്കും 3 മണിക്കും റോഡുകളിലും സ്വത്രം കടത്തിണ്ണകളിൽ നോക്കുമ്പോൾ ബോധമില്ലാതെ കൂടുതൽ പേര് ഇരിക്കുന്നതും പെൺമക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകം ഇതെങ്ങോട്ട്? ഓ, കുടുംബങ്ങൾക്ക് സമാധാനമില്ല, വെക്കുന്ന ആഹാരം കഴിക്കാൻ ഭക്ഷിക്കാൻ സ്വസ്ഥതയില്ല, വാരി അടിക്കുകയാണ്, കുടുംബ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു, ജീവിതം മടുത്തു, ജീവിതം തകർന്നു. ഇനി ആത്മഹത്യ എന്ന് സകലതും തകർന്നു, ആത്മഹത്യ മാത്രമെന്ന് സകല വിഷയങ്ങൾക്ക് ഒന്നിനും മറുപടിയില്ലല്ലോ എന്ന് നീ തകരുമ്പോഴും ഞാൻ പറയാ, ഞാൻ പ്രസംഗിക്കുന്ന യേശു നിന്റെ വീട്ടിനകത്ത് വന്നാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. എല്ലാത്തിനും പരിഹാരം യേശു ക്രിസ്തു. ഏത് കണ്ണുനീരുള്ളവന്റെ കണ്ണുനീര് ഓപ്പാനും കഴിവുള്ള ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമമേ ഉള്ളൂ. ഏത് കിടക്കയിലും മനുഷ്യർ കൈ തൊടാത്ത വിഷയങ്ങളെ, കുഷ്ഠരോഗിയെ പോലും തൊട്ട ഒരു കരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കരമേ ഉള്ളൂ. ഇന്ന് രാത്രി ആ യേശുവിന്റെ കരം ഈ ദേശത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എബ്രായർ 3:1 പറയുന്നു, ആ യേശുവിനെ എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ചു നോക്കണം. എബ്രായർ 12:2 വാക്യത്തിൽ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന, മക്കളെ, നിന്റെ കണ്ണുനീരിന് മാറ്റം പറ്റണമോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമാകുന്ന യേശു ക്രിസ്തുവിനെ നോക്ക്. ഹല്ലേലൂയ. ആരെ നോക്കേണ്ടേ? ആരുടെ മുമ്പിൽ മുട്ടുമടക്കണം? ആരോട് ഹൃദയം തുറന്നു പറയണം? നമുക്ക് എല്ലാ കാര്യം തുറന്നു പറയാൻ മനുഷ്യനോട് പറയാൻ പറ്റത്തില്ല, നമ്മുടെ കുടുംബത്തിലെ മക്കളോടും എല്ലാ കാര്യം പറയാൻ പറ്റത്തില്ല, ഭർത്താവിനോടോ ഭാര്യയോടോ മാതാപിതാക്കളോ എത്ര കൂട്ടുകാരോട് പോലും എല്ലാ കാര്യം പറയാൻ പറ്റത്തില്ല. എന്നാൽ എല്ലാ കാര്യവും പറയാൻ പറ്റുന്ന ഒരാളുണ്ടെന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഹല്ലേലൂയ. ഓ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നെഞ്ചിനകത്തുള്ള ചിന്തകളും നെഞ്ചിടിപ്പ് വരെ തഞ്ചിന്റെ തുടിപ്പറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ചങ്ക് പിളർന്ന് പങ്കാളിയാക്കിയ സ്വത്ര അപ്പനായും അമ്മയായും സ്നേഹിതനായും പ്രാണപ്രിയനായും ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ. ആ കർത്താവായ യേശുവിനോട് നമ്മുടെ എല്ലാ വേദനകളും പങ്കുവെക്കുക. ആ കർത്താവ് വചനത്തിൽ പറയുന്നു, എബ്രായർ 12:2 വായിച്ചു. വിശ്വാസത്തിന്റെ നായകനും. അപ്പൊ ആര് നോക്കണം? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. 1 വിശ്വാസത്തിന്റെ നായകൻ, 2 ഒരു പൂർത്തി വരുത്താൻ ഈ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. പൂർത്തി വരുത്താൻ കഴിവുള്ളത് ആരംഭവും അവസാനമാകുന്ന കർത്താവായ യേശുവിന് മാത്രം. ഞാൻ ആരംഭവും ഞാൻ അവസാനമാകുന്നു, ഞാൻ അൽഫയും ഞാൻ ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു, ഞാൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാകുന്നു, ഞാൻ തത്വത്തിൽ മുദ്രയാകുന്നു, ഞാൻ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമാകുന്നു എന്ന് സർവശക്തനാകുന്ന ദൈവം പറയുന്നു. ആ കർത്താവിനെ പോലെ ഒരു
ഒരു കർത്താവില്ല. ആ കർത്താവിൽ മാത്രമേ വിടുതലുള്ളൂ. അതുകൊണ്ട് നീ വേദനയോടെ തകർന്നിരിക്കുന്നുവോ, രോഗത്തോടെ തകർന്നിരിക്കുന്നുവോ, ജീവിതം മടുത്ത് തകർന്നിരിക്കുന്നുവോ, ഇന്ന് രാത്രി ഞാൻ പറയാ, ഞാൻ പ്രസംഗിക്കുന്ന യേശു നിന്റെ വീട്ടിനകത്ത് വന്നാൽ നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം വരും. നിന്റെ ഹൃദയത്തിനകത്ത് യേശു വന്നാൽ ആള് മാറും. ഇന്ന് വരെയുള്ള നിന്റെ ജീവിതത്തിന്റെ അകത്ത് സ്വത്രം നിന്റെ കറുത്ത അധ്യായങ്ങളെ മാറ്റി തീർന്നെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു പ്രകാശം പകർന്ന് ആരംഭിക്കുന്ന ഒരു ദൈവം ഈ ദേശത്തിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, വേദന കൊണ്ട് ആത്മഹത്യ മാത്രമെന്ന് താങ്കൾ ചിന്തിക്കുന്നുവോ? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. സ്വത്രം തകർന്ന ഹൃദയത്തോടിരിക്കുന്ന പൈതലെ, സ്വത്രം എത്ര തന്നെ നോക്കിയിട്ടും എന്തെല്ലാം ഉപദേശം കൊടുത്തിട്ടും രാത്രി ഉറങ്ങാൻ പറ്റാതെ തലമുറകളെ 12-1 മണി വരെ നോക്കിയിരിക്കുകയാണ്. മദ്യത്തിന് അടിമപ്പെട്ട്, ലഹരിക്ക് അടിമപ്പെട്ട്, കുടുംബത്തിനകത്ത് സ്വസ്ഥതയിലിരിക്കുന്ന മാതാവേ, പിതാവേ, തലമുറകളെ, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമമാണ്. ആ യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ യോഹന്നാൻ 14-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ നമുക്ക് എന്ത് കിട്ടും? സമാധാനം കിട്ടും. യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നാൽ നമുക്ക് സമാധാനം കിട്ടും. ഹല്ലേലൂയ. ഇന്ന് അനേകർക്ക് സമാധാനമില്ല. പാട്ടുകാരൻ പാടി, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങീതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങീതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമാ എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങീതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങീതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഹല്ലേലൂയ. മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്ക്. യേശുവിനെ നോക്കുന്ന പൈതൽ ലജ്ജിച്ചു പോകത്തില്ല. യേശുവിനെ നോക്കുന്ന പൈതൽ തകർന്നു പോകത്തില്ല. യേശുവിനെ നോക്കുന്ന പൈതൽ താളടിയാകുമ്പോൾ പോകാൻ ദൈവം വിടുകയില്ല. യേശുവിനെ നോക്കുന്ന പൈതൽ എന്ത് കിട്ടും? ഒന്ന്, സമാധാനം കിട്ടും. വായിച്ചേ, യേശുവിനെ കണ്ടുമുട്ടിയാൽ സ്തോത്രം. വായിച്ചേ യോഹന്നാൻ സുവിശേഷം 14-27 വാക്യം വായിച്ചേ. യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്നു. ശ്രദ്ധിച്ചേ, യേശു പറഞ്ഞു, മക്കളെ, ഞാൻ നിന്റെ വീട്ടിൽ വന്നാൽ, ഞാൻ നിന്റെ ഹൃദയത്തിൽ വന്നാൽ, പുറത്ത് തിരമാല പോലത്തെ പ്രശ്നമുണ്ടെങ്കിലും നിന്റെ അകത്തൊരു തണുപ്പ് നീ അഭിമുഖീകരിക്കും. ഈ തണുപ്പ് ഒരു മനുഷ്യൻ തരുന്നല്ല. ഒരു മനുഷ്യൻ തരുന്ന തണുപ്പ് അല്പസമയമേ നിൽക്കൂ. അത് കഴിയുമ്പോൾ ഈ തണുപ്പ് മാറും, ആളിക്കത്തും. എന്നാൽ യേശു തരുന്ന സമാധാനം അത് നിത്യമായ സമാധാനമാണ്. ആർക്കും അപകരിക്കാൻ പറ്റാത്ത സമാധാനം, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത സമാധാനം. 2, യേശു വന്നാൽ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം അധ്യായം 8-ാം വാക്യം. 1 യോഹന്നാൻ 1:8 വായിച്ചേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ 3:18 വായിച്ചേ. 3:18. 1 യോഹന്നാൻ 3:18. ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ
വസിക്കും. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. കർത്താവിനെ പ്രവൃത്തിയിലും, ആ വാക്യമല്ല, വാക്യം തെറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു ഒന്ന് വന്നാൽ സ്തോത്രം, നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? സമാധാനം കിട്ടും. രണ്ട്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെട്ടു. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ. 3:18 തോന്നുന്നത്. 1 യോഹന്നാൻ 3:18 വായിച്ചു. വായിച്ചേ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവല്ലോ. 3:8. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ആ പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അടുത്ത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി എന്റെ സഹോദര സഹോദരി, നീ വ്യത്യസ്തമായ വേദനയോടും ഭാരത്തോടും ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ നിന്നെ ഭരിച്ചൊതുക്കുന്ന പിശാചിന്റെ പ്രവർത്തികളെ അവനെ അഴിപ്പാൻ ഇന്ന് രാത്രി ഈ യേശു ഈ ദേശത്ത്, തോപ്പുവിള ദേശത്ത്, കൊടങ്ങാവിള ദേശത്ത്, പറമ്പുവിള ദേശത്ത് യേശു വന്നിട്ടുണ്ട്. ആ യേശു സമാധാനം തരുന്നവനാണ്. രണ്ട്, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുന്നവനാണ്. ഒരിക്കൽ യേശു ക്രിസ്തു ആലയത്തിൽ ആയിരിക്കുമ്പോൾ, ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഒരിക്കൽ യേശു ക്രിസ്തു ആലയത്തിൽ പോയി. ആലയത്തിൽ ശുശ്രൂഷിച്ചു നിൽക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നു. നോക്കാമോ? വായിച്ചേ. ലൂക്കോസ് 13-ാം അധ്യായം അതിന്റെ 10-ാം വചനം മുതൽ അങ്ങോട്ട് വായിച്ചേ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവനെ കണ്ടിട്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ്, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് സ്തോത്രം പറഞ്ഞു. അടുത്ത്, അവളുടെ മേൽ കൈവച്ചു. ആ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്ത വരി. യേശു ശവത്തിൽ സൗഖ്യമാക്കിയത് മതി. ആ മകളുടെ 18 വർഷം കൊണ്ട് എന്തോന്നായിരിക്കുക? കൂനെന്ന രോഗബന്ധനം പിശാച് കെട്ടിപ്പൂട്ടി തല നിവർത്താൻ കഴിയാതെ 18 വർഷം കൊണ്ട് കൂനിയ. എന്നാൽ ഈ ബന്ധനത്തെ അഴിക്കാൻ യേശു അന്ന് കരം നീട്ടി ആ സഹോദരിയെ അടുക്കെ തൊട്ടടുത്ത്. ഇന്ന് രാത്രി ഏതെല്ലാം പിശാചിന്റെ ബന്ധനങ്ങളോട് ആരെല്ലാം ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ഗ്രൗണ്ടിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നീ എന്തെല്ലാം ചെയ്തിട്ടും, നീ എങ്ങോട്ടെല്ലാം ഓടിയിട്ടും സ്വത്രം പിശാചിനാൽ കെട്ടപ്പെട്ട് ദണ്ഡിക്കപ്പെട്ട് ഒരു സ്വസ്ഥതയും സമാധാനമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ സ്വത്രം യേശുവിന്റെ കരം ഇന്ന് ബന്ധനങ്ങളെ അഴിക്കാൻ വന്നിട്ടുണ്ട്. ഇന്ന് കെട്ടുകളെ പൊട്ടിക്കാൻ വന്നിട്ടുണ്ട്. ദുഷ്ടമുഖങ്ങളെ അഴിക്കാൻ വന്നിട്ടുണ്ട്. ആ 18 വർഷം വരെയും ഇവർ രോഗത്തോടെ കൂനി നടന്നു. ഇന്ന് രാത്രി വ്യത്യസ്തമായ വേദനയോടെ കൂനി നടക്കുന്ന മക്കളെ നിവർത്താൻ കഴിവുള്ള യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മാനസികമായി കൂനിയിരിക്കുക, ഒരുപക്ഷെ ആത്മീകമായി കൂനിയിരിക്കുക. പ്രാർത്ഥന നഷ്ടപ്പെട്ട്, വിശ്വാസം നഷ്ടപ്പെട്ട്, വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ട്, ആരാധന ജീവിതം നഷ്ടപ്പെട്ട്, കഴിഞ്ഞ നാളിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട്, മാനസാന്തരപ്പെട്ടെന്ന് പറയുന്നുണ്ട്, സ്നാനപ്പെട്ടെന്ന് പറയുന്നുണ്ട്, അഭിഷേകം പ്രാപിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ എവിടൊക്കെയോ കൂനി പിടിച്ച് നിവരുവാൻ കഴിയാതെ ഒരുപക്ഷെ കൂനി പിടിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കൂനിനെ പൊട്ടിക്കുന്ന ഒരു ദൈവം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 5-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വത്രം 1, യേശു വന്നാൽ നമുക്ക് എന്ത് കിട്ടും? സമാധാനം കിട്ടും. 2, യേശു ഈ ഭൂമിയിൽ വന്നതേ എന്തിനാ? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ. അതാണ് നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിച്ച അതാണ്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെട്ടു. സ്വത്രം ആ പിശാചിന്റെ പ്രവർത്തികളെ ആലയത്തിനകത്ത് യേശു അഴിച്ചു. തീർന്നില്ല. സ്വത്രം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ ദേശത്ത് വീട്ടിനും നാട്ടിനും പ്രിയപ്പെട്ടവർക്കും ആർക്കും കൊള്ളാൻ പറ്റാത്ത 6000 ഭൂതം പിടിപെട്ട ഒരുവൻ ആത്മഹത്യക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നസ്രായനാകുന്ന യേശു ഇക്കരക്കരെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അപ്പൻ അക്കരക്കരെ മൈലുകൾക്കപ്പുറത്ത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരുവനെ കണ്ടു. അപ്പൻ്റെ കയ്യിലൊതുങ്ങാത്ത, അമ്മയുടെ കയ്യിലൊതുങ്ങാത്ത, ചങ്ങലയ്ക്ക് ഒതുക്കാൻ പറ്റാത്ത, കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ മരുന്നിനോ ഒതുക്കാൻ പറ്റാത്ത 6000 ഭൂതം പിടിച്ചൊരു ചെറുപ്പക്കാരനത്തോടാൻ യേശു പടക് കയറി അക്കരെ പോയി. 6000 ഭൂതമുള്ളവൻ ആത്മഹത്യക്ക് വേണ്ടി ഓടുമ്പോൾ ഇതാ യേശു ക്രിസ്തുവിനെ കാണുന്ന മാത്രയിൽ
മുട്ടുമടക്കി ഇപ്രകാരം പറഞ്ഞു, അയ്യോ സമയത്തിന് മുൻപേ ദണ്ഡിപ്പിക്കാൻ വന്നുവോ. അവൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. 6000 ഭൂതമുള്ളവൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവിനെ കണ്ടുടനെ മുട്ടു കുത്തി, ബന്ധനം അഴിഞ്ഞു, അവൻ സുബോധം വന്നു. വസ്ത്രം അവൻ ധരിച്ചു. 6000 ഭൂതം പിടിപെട്ടവന് വസ്ത്രം പോലും ധരിക്കാൻ പറ്റിയില്ല. അത്ര സുബോധമില്ല. മനുഷ്യനെ കണ്ടാൽ ഇടിക്കും, അപ്പനെ കണ്ടാൽ ഇടിക്കും, അമ്മയെ കണ്ടാൽ ഇടിക്കും. ഭവനമെല്ലാം അടിച്ചു ഒരുപക്ഷെ തകർത്ത് കാണും. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. സ്വത്രം തകർന്നു കിടന്നവന് ഈ മരുന്നിന് പോലും സുഖപ്പെടുത്താൻ കഴിയാതെ സ്വസ്ഥതയും നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് കിടന്നവന്റെ അടുക്കൽ എൻ്റെ യേശു ചെന്നപ്പോൾ 6000 ഭൂതമുള്ളവന് സുബോധം വന്നു. ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് സുബോധം വരണമോ? ഭർത്താവിന് സുബോധം വരണമോ? നിന്റെ ഭാര്യയ്ക്ക് സുബോധം വരണമോ? കുടുംബത്തിനകത്തൊരു സമാധാനം വരണമോ? ഈ യേശു തൊട്ടാൽ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവാണ് എല്ലാത്തിനും പരിഹാരം. മറ്റാരുടെ അടുക്കൽ പോയാലും പരിഹാരമില്ലാത്ത സകല വിഷയത്തിനും യേശു പരിഹാരമുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ആളാണോ? പാവശക്തികളാൽ കുടുങ്ങിയ ആളാണോ? എത്ര നോക്കിയിട്ടും പാവത്തിൽ നിന്ന് ജയം പ്രാപിക്കാൻ കഴിയുന്നില്ല. അയ്യോ ഞാൻ തകർന്നു പോകുന്നു, ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു? തകർന്നിരിക്കുന്നുവോ? എന്നാൽ കെട്ടപ്പെട്ടതിന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ, ചങ്ങലകൾ അഴിക്കാൻ, ദുർഭൂതത്തെ ഉടക്കാൻ, ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ അഴിക്കാൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ യേശു ക്രിസ്തു എന്ത് ചെയ്തു? വന്നു. ഇന്ന് രാത്രി ദേശത്തിൽ വേദനയോടെ ഇരിക്കുന്ന പൈതലേ, നിന്റെ വേദന മാറ്റുവാൻ നിങ്ങളറിയാത്ത ഒരുവൻ, യോഹന്ന സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നു, പക്ഷേ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. 1:29 പറയുന്നു, മുതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് യേശു ക്രിസ്തു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവൻ ഇന്ന് നിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. യേശു വന്നാൽ സമാധാനം കിട്ടും. യേശു വന്നാൽ പിശാചിന്റെ പ്രവൃത്തി അഴിയും. സ്വത്രം ചമ്മന്തിയും കഞ്ഞിയുമായാലും വീട്ടിനകത്ത് സമാധാനമാണ്. യേശുവിന്റെ സന്നിധി എന്തോ ഒരു സമാധാനം. അപ്പൻ തരുന്ന സമാധാനത്തെക്കാൾ, അമ്മ തരുന്ന സമാധാനത്തെക്കാൾ, ദേശം തരുന്ന സമാധാനത്തെക്കാൾ, കുടുംബജീവിതം തരുന്ന സമാധാനത്തെക്കാൾ ഒരു സമാധാനമുണ്ടെങ്കിൽ അത് യേശുവിന്റെ സമാധാനമേ ഉള്ളൂ. ഇനി വീണ്ടും നമ്മൾ നോക്കുമ്പോൾ യേശു വന്നത് പാപികളെ രക്ഷിപ്പാൻ. എൻ്റെ യേശു എൻ്റെ നിന്റെ വീട്ടിൽ വന്നാൽ ആ വീട്ടിനകത്തുള്ള സകല പാപികളെയും മോചിപ്പിക്കും. ഓ സ്തോത്രം. 1 തീമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വായിച്ചേ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പോ പാപികളെ രക്ഷിപ്പാനാണ് ആരോന്ന്? യേശു ക്രിസ്തു വന്നത്. 1 യോഹന്നാൻ 1:7, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ നിങ്ങളെ ശുദ്ധീകരിക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, യേശു വന്നാൽ നിന്റെ പാപം കഴുകപ്പെടും. ഹല്ലേലൂയ. എത്ര കടുംചുവപ്പായുള്ള പാപവും ഹിമത്തെ പോലെ വെളുപ്പിക്കാൻ ഒരാളിനെ പറ്റൂ. ഈ പുറത്തുള്ള ചെളിയെല്ലാം സോപ്പ് കൊണ്ട് കഴുകിക്കളയാം. സ്വത്രം. ഒരുപക്ഷെ പനി വന്നാൽ, ജലദോഷം വന്നാൽ, ഒരു ക്ഷീണം വന്നാൽ മരുന്ന് വാങ്ങി കഴിച്ചാൽ സൗഖ്യമാകും. സ്വത്രം. ആശുപത്രിയിൽ പോയാൽ സൗഖ്യമാകും. പക്ഷെ പാപത്തെ കൊണ്ട് ചികിത്സിക്കാൻ ആശുപത്രിയിലോ മറ്റൊരിടത്ത് കൊണ്ടുപോയാലും സൗഖ്യമില്ല. പാപത്തെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറിനെ പറ്റൂ. പാപമില്ലാതെ ജനിച്ച, പാപത്തിൽ ജീവിക്കാത്ത, പാപത്തിൽ ജനിക്കാത്ത, പാപത്തിൽ വസിക്കാത്ത, പാപത്തിൽ വളരാത്ത, പാപമില്ലാത്ത ഒരുവനേ ഉള്ളൂ. ആ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവനിൽ പാപം ഇല്ല. ആ യേശു സംസാരിച്ചതുപോലെ ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. യേശു പ്രസംഗിച്ചതുപോലെ ഇതുവരെ ആരും പ്രസംഗിച്ചിട്ടില്ല. യേശു സൗഖ്യമാക്കിയതുപോലെ ഇതുവരെ ആരും സൗഖ്യം ആക്കിയിട്ടില്ല. യേശു നടന്നതുപോലെ ഇതുവരെ ആരും നടന്നിട്ടില്ല. യേശുവിന് മാത്രമേ പാപിയുടെ പാപത്തെ ക്ഷമിപ്പാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം വായിച്ചേ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി, സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒറ്റ രക്തം യേശുവിന്റെ രക്തം. സ്നേഹിത, നീ തകർന്നിരിക്കുകയാണോ? മാന്യശ്രോതാവേ, താങ്കൾ തകർന്നിരിക്കുകയാണോ? ഒരിടത്ത് ഓടിയാൽ രക്ഷയില്ല. സ്വത്രം. പാപം പോകാൻ
ഒരു 500 പേർക്ക് സാധുക്കൾക്ക് വീട് വെച്ചു കൊടുത്താൽ പാപം നീങ്ങത്തില്ല. സ്വത്രം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്, ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുന്നത് നല്ലതാണ്, സാധുക്കളെ സഹായിക്കുന്നതും വസ്ത്രം എടുത്തു കൊടുക്കുന്നതും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. ഒരു 10 പള്ളി പണിത് കൊടുത്താൽ അത് നല്ലതാണ്. 500 പേർക്ക് വസ്തു വാങ്ങിക്കൊടുത്താൽ അത് നല്ലതാണ്. സ്വത്രം. 500 പേർക്ക് വിവാഹം നടത്തി കൊടുത്താൽ നല്ലതാണ്. പക്ഷെ ഇതൊന്നും പാപം പോക്കാനുള്ള മാർഗമോ സ്വർഗത്തിൽ പോകാനുള്ള മാർഗമോ അല്ല. സ്വർഗത്തിൽ പോകാനും പാപം പോക്കാനും ഏക മാർഗം യേശു. സ്വത്രം. ഹല്ലേലൂയ. യേശുവിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ. യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ പാപം മോചിക്കപ്പെടൂ. ഏത് പാപിയുടെയും പാപത്തെ, എത്ര കടിച്ചുവപ്പുള്ള പാപത്തെയും ഹിമത്തെ പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള ഒരുവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ യേശുവിനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സ്വത്രം. രോഗിക്ക് ഒരുപക്ഷെ മരുന്ന് കഴിച്ചാൽ സൗഖ്യമാകാം, പുറത്തുള്ള ചെളി കഴുകിക്കളയാൻ സോപ്പ് കൊണ്ട് കഴുകിക്കളയാം. സ്വത്രം. ദൈവത്തിന് മഹത്വം. എന്നാൽ ഡ്രസ്സ് കഴുകുമ്പോൾ നമുക്കറിയാം, സോപ്പ് കൊണ്ട് കഴുകിയാൽ ഡ്രസ്സ് അഴുക്ക് പോകും. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള പാപം കഴുകാൻ സോപ്പ് കൊണ്ട് പറ്റുമോ? ഇല്ല. ഈ പാപം കഴുകാൻ ഏക രക്തം, അത് യേശുവിൻ്റെ രക്തം. ഇന്ന് രാത്രി ആ രക്തം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഏത് പാപിയുടെയും പാപക്കറ കഴുകാൻ മതിയായ രക്തം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. 1, യേശു വന്നാൽ സമാധാനം കിട്ടും. 2, യേശു വന്നാൽ പിശാചിന്റെ പ്രവർത്തികൾ അഴിയും. പിശാചിന്റെ പ്രവർത്തികൾ അഴിയും. 3, യേശു വന്നാൽ പാപത്തിന്റെ കോട്ടകൾ ഉടയും, പാപത്തിന്റെ ചങ്ങലകൾ അഴിയും. യേശുവിന്റെ രക്തം പാപത്തെ ശുദ്ധീകരിക്കും, പാപത്തെ കഴുകും. അതാണ് യേശുവിന്റെ രക്തം. എന്നെ കേൾക്കുന്ന സ്നേഹിത, രക്ഷിപ്പാൻ കഴിയുന്ന ഒരുവൻ, പാപം ക്ഷമിക്കാൻ കഴിയുന്ന ഒരുവൻ, നിത്യ നരകത്തിൽ നിന്ന് നിത്യതയിൽ എത്തിക്കാൻ കഴിയുന്ന ഒരുവൻ മാത്രം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപം ഇല്ല. അവനിൽ, യേശുവിൽ പാപമില്ല. പാപമില്ലാത്ത ഒരാളെ ഉള്ളതാരാ? ഞാനും നിങ്ങളും ആരാധിക്കുന്ന നസ്രേനാകുന്ന യേശു മാത്രമേ ആര് പാപമില്ലാത്തവനായിട്ടുള്ളൂ. ആ കർത്താവ് ഇന്ന് ദേശത്ത് വന്നിട്ടുണ്ട്. പാപമില്ലാത്ത ഒരാളിന് മാത്രമേ സകല പാപികളുടെയും പാപത്തെ ക്ഷമിക്കാൻ കഴിയൂ. അപ്പോ സ്വത്രം. ആ പാപമില്ലാത്ത യേശു ഈ ദേശത്ത് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത്, 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, പാപമറിയാത്തവനെ നാം അവനിൽ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പാപമാക്കി. സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ ലേഖനം 1 പത്രോസ് 2:24 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്കേവർക്കും സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ പാപത്തെ വഹിക്കുവാൻ യേശു ക്രൂശിന്മേൽ കയറി. വായിച്ചേ. നാം പാപം സംബന്ധിച്ച്, എല്ലാവരും വേദപുസ്തകം തുറക്കും നോക്കുന്നുണ്ടോ ഈ വാക്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന്? വായിച്ചേ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, എന്റെയും നിങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എവിടെ കയറി? ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം. നിങ്ങൾക്ക് സൗഖ്യം. ഒരിക്കൽ സ്വത്ര യോഹന്നാൻ സ്നാപകൻ നോക്കുമ്പോൾ യേശു വരികയാണ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. കുഞ്ഞാട് അറുക്കപ്പെട്ടു അല്ലേ? ആ രക്തം കൊണ്ട് സകല ഭാഷക്കാരെയും ഗോത്രക്കാരെയും വംശക്കാരെയും കർത്താവിന്റെ മക്കളാക്കി വിലക്ക് വാങ്ങിയിരിക്കുന്നു. ആ രക്തം ഇന്നും ചലിക്കുന്നു. സ്തോത്രം. പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗൊത്ത വരെ ഒഴുകി ആ രക്തം, ദ്രവത്വം സംഭവിക്കാത്ത രക്തം. ഏത് പാവിയുടെ പാപത്തെയും കഴുകിക്കളയുവാൻ ഇന്നും ജീവിക്കുന്ന രക്തം ഇന്ന് ഈ ദേശത്ത് ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ഈ ദേശത്ത് ഈ സുവിശേഷം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശു കർത്താവ് ഇറങ്ങി നടക്കുകയാണ്. ഓരോ മക്കളും തൊടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ യേശുവാണ് സുവിശേഷം. ശക്തി. ഇന്ന് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? നീ പ്രതികൂലത്തിന് നടുവിരുന്നപ്പോൾ ആ
ആരും സഹായിക്കാൻ ഇല്ലതിരുന്ന സ്ഥാനത്ത് നിനക്ക് ദർശനം തന്നൊരു ദൈവമുണ്ട്, നിനക്ക് വെളിപ്പാട് തന്നൊരു ദൈവമുണ്ട്. നിനക്ക് കർത്താവിന്റെ വെളിപ്പാട് പ്രാപിച്ച പൈതലേ, നീ തളർന്നു പോകല്ലേ. ശോധന കണ്ട് നീ പേടിക്കല്ലേ, ഭാരം കണ്ട് നീ പേടിക്കല്ലേ. ഓ, നിനക്ക് ദൈവം തന്ന വെളിപ്പാടുകൾ വരുന്ന നാളുകളിൽ സംഭവിക്കാൻ സമയമായി. നിന്റെ ഇന്നത്തെ ഈ കഷ്ടത കണ്ട്, ഇന്നത്തെ ഈ വേദന കണ്ട് നീ തകർന്നു പോകല്ലേ. മരുഭൂമിയിൽ ഇരുന്ന് വെളിപ്പാട് പ്രാപിച്ചവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രതികൂലത്തിലും പ്രശ്നത്തിനും നടുവിലും ഒറ്റപ്പെട്ടിരിക്കുന്ന മണവാട്ടിയെ, കുറുകി ഞെരങ്ങി കാത്തിരിക്കുന്ന കുറുമ്പ്രാവേ, നിന്റെ ഇനം വരാറായി. നീ പതറണ്ട. നിന്നെ വേളി ചെയ്യാൻ പരിശുദ്ധിയാണെന്ന മുദ്ര തന്ന ഇനം വരാൻ സമയമായി. ഈ തീച്ചൂള കണ്ട് നീ പേടിക്കരുത്. കുറുകി ഞെരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ, നിൻ ഇണവരാറായി. കുറുകി ഞെരങ്ങി കാത്തിരിക്കും കുറുപ്രാവേ, നിൻ ഇണവരാറായി. ഹല്ലേലൂയ. ആരുമില്ലെന്ന് ഉരുവിടുമ്പോൾ നീ പറയുമ്പോൾ സ്വത്രം, നീ തകർന്നു പോകല്ലേ. നിന്റെ അടുത്ത് മണവാളൻ നിൽക്കയാ. ആഴമായ പാട്ട് പാടാൻ സമയമെടുക്കുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, മരുഭൂമിയിൽ ഇരുന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടൊരു പൈതലിനെ തീച്ചൂളക്കകത്തിരുന്ന്, ഓ, പ്രതിസന്ധിയുടെ നടുവിലിരുന്ന് എല്ലാവരും മാറിപ്പോയപ്പോൾ, സ്വത്രം, എല്ലാ വഴികളും അടഞ്ഞപ്പോൾ, ആ വേദനയുടെ സാഹചര്യത്തിനകത്ത് എല്ലാവരും മാറിപ്പോയ സമയത്ത് നീ പ്രാപിച്ച ആ ഒരു വെളിപ്പാടുണ്ടല്ലോ, ഇതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യോഹന്നാൻ സ്നാപകൻ എവിടെ വെച്ചാ ദൈവകൃപ പ്രാപിച്ച വെളിപ്പാട് പ്രാപിച്ച വായിച്ചേ? യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. എവിടെ വെച്ച് അരുളപ്പാടുണ്ടായി? മരുഭൂമിയിൽ. 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 അവിടെ ആരും മാത്രമേ ഉള്ളൂ. മരുഭൂമിയിൽ ആരും മാത്രമേ ഉള്ളൂ. യേശു യോഹന്നാൻ സ്നാപകൻ മാത്രം അവിടെ വച്ചൊന്ന് കൈമാറി. ആ ശക്തിയോടെയാണ് പ്രസംഗിച്ചത്. ആര്? യോഹന്നാൻ സ്നാപകൻ. സാധാരണ ഒരു പ്രസംഗമല്ല, അസാധാരണ പ്രസംഗം. വായിച്ചേ. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കാവിത്. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ. അവന്റെ പാത നിരപ്പാക്കുവിൻ. അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു വരും. എല്ലാ താഴ്വരയും നികന്നു വരും. എല്ലാ മലയും കുന്നും താഴും. അടുത്ത വരി. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. അടുത്ത വരി. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. അടുത്ത വരി. എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അടുത്ത വരി. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത് സർപ്പസന്തതികളെ. എങ്ങനെ വിളിച്ചേ? ഇന്ന് ഏതെങ്കിലും പള്ളിയിൽ പാസ്റ്റർമാർ സർപ്പസന്തതി എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ പിന്നെ അവർ വരുമോ? വരുമോ? ഒറ്റ മനുഷ്യരാ ദേശത്തൂടെ പോലും വരില്ല. പക്ഷേ മരുഭൂമിയിൽ വെച്ച് കൃപ പ്രാപിച്ചവന് പേടിക്കാനൊന്നുമില്ല. സർപ്പസന്തതിയാണ് മുൻപിൽ കണ്ടാൽ നീ നല്ല പൊന്നാളെന്ന് പറയത്തില്ല. നീ സർപ്പസന്തതി തന്നെ. നിന്റെ പുറം ഒരു ഒരുക്കമുണ്ടെങ്കിലും നിന്റെ ആകെ ശുദ്ധമല്ലെന്ന് ദൈവമനുഷ്യൻ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. പുറത്തൊരു കപടവേഷം ധരിക്കുമ്പോഴും അകത്തുള്ള അശുദ്ധിയെ കാണുന്ന കണ്ണുകൾ ഇന്ന് രാത്രി ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ലെന്ന് ആത്മാവ് ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. നീ പുറം പച്ച കൊണ്ട് ഹല്ലേലൂയയും ഗ്ലോറിയും പറയുമ്പോഴും, പുറം പച്ച കൊണ്ട് ഞാൻ ദൈവമകളെന്നും മകനെന്നും പറയുമ്പോഴും, നിന്റെ അകത്ത് കിടക്കുന്ന പാപത്തിന്റെ മ്ലേച്ഛ പ്രവർത്തികള്, നിന്റെ രഹസ്യ പാവങ്ങള്, കുടുംബത്തിനകത്ത് ഭാര്യയുടെ മുമ്പിൽ ഒരു ജീവിതം, ഭർത്താവിന്റെ മുമ്പിൽ മറ്റൊരു ജീവിതം, മക്കളുടെ മുമ്പിൽ മറ്റൊരു ജീവിതം, ദേവാലയത്തിനകത്ത് വിശുദ്ധിയുടെ വേഷം ധരിച്ച് മറ്റൊരു ജീവിതം നീ അഭിനയിക്കുമ്പോഴും നിന്റെ നാടകത്തിന്റെ കലവറയ്ക്കകത്ത് കാണുന്ന കണ്ണുകളുണ്ടെന്ന് ഈ തോപ്പുള്ള ദേശത്തോട്, കൊടങ്ങാവുള്ള ദേശത്തോട്, പറമ്പുള്ള ദേശത്തോട് ആത്മാവ് ദൂത് പറയുകയാണ്. ഇന്ന് രാത്രി നിന്റെ അകത്തെ കാണുന്ന ഒരു കണ്ണ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. മുട്ടുമടക്കി വീഴാമെങ്കിൽ പുറത്തെ ശുദ്ധീകരിക്കുക മാത്രമല്ല, നിന്റെ അകത്തെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള രക്തം ഈ
ദേശത്തൊഴുകുന്നുണ്ട്. പുറത്തൂടെ ആദമിനെ പോലെ ഹൗവയെ പോലെ അത്തിയില് കൂട്ടി തുന്നിയാലും നിന്റെ നഗ്നത ഒരിക്കലും എൻ്റെ അപ്പൻ കണ്ണിന് മറവല്ലെന്ന്. നീ എത്ര ഒളിച്ചിരുന്നാലും, നീ ആകാശത്തിന്റെ മണ്ടയിൽ കൂടുവച്ചാലും, നീ പാറപ്പിളപ്പിന്റെ മറവിൽ മറഞ്ഞിരുന്ന് പാവം ചെയ്താലും, നിന്നെ താഴെ തള്ളിയിരുന്ന കണ്ണുകൾ ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ടെന്ന് ആത്മാവ് ഈ ദേശത്തോട് ആലോചന വിളിച്ചു പറയുകയാണ്. ഇനിയെങ്കിലും മടങ്ങി വന്ന് ഗിലെയാദിൽ വൈദ്യനില്ലയോ, അവിടെ തൈലമില്ലയോ, പിന്നെ എന്തുകൊണ്ട് എന്റെ പുത്രിക്ക് രോഗശമനം വന്നില്ല എന്ന് പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയുകയാണ്. നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും ആ രഹസ്യപാപങ്ങളെ കഴുകിക്കളഞ്ഞ് നീ ഒരു വിശുദ്ധിയുള്ള പൈതലെന്ന് ലോകത്തിന്റെ മുന്നിൽ നാടകം കളിക്കുമ്പോൾ, നീ ഒരു ആക്ടറായി പ്രവർത്തിക്കുമ്പോൾ, നിന്റെ നാടകം സ്വത്രമല്ല എന്റെ ദൈവം കാണുന്നത്. നിന്റെ ലൈവ് കാഴ്ച ദൈവം കണ്ടിട്ട് ഇന്ന് രാത്രി കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ട്, പാടുന്നെങ്കിലും കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ട്, പ്രാർത്ഥിക്കുന്നെങ്കിലും കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ട്, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ടും, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ടും, മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ടും കർത്തൃമേശ നീ മുടങ്ങാതെ സ്വീകരിക്കുന്നുണ്ട്. ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി നിന്റെ അകത്ത് കിടക്കുന്ന പാപത്തിന്റെ കറകളെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ആത്മാവ് നിന്നോട് ആലോചന പറയുന്നു. നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും അതിഹിമത്തെ പോലെ വെളുപ്പിക്കുന്ന രക്തം, നീ ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ഈ പാപം പോകത്തില്ല. നീ എത്ര സോപ്പ് കൊണ്ട് തേച്ച് നല്ല സ്പ്രേ അടിച്ചു പോയാലും ശരി, സ്പ്രേ നിന്റെ കൂടെ നടക്കുന്ന വ്യക്തികൾക്ക് ഒരു നല്ല മണം കൊടുക്കുമായിരിക്കാം. പക്ഷെ നിന്റെ അകം നിറഞ്ഞ് കിടക്കുന്നത്, അകത്ത് നിറഞ്ഞു കിടക്കുന്ന അശുദ്ധിയുടെ ദുർഗന്ധം ഇന്ന് രാത്രി മണക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ വാസന പ്രാപിച്ച് ക്രിസ്തുവിന്റെ പത്രമായി അനേകരുടെ മുൻപിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ട പൈതലേ, പാപം വിട്ട് കീഴടങ്ങാൻ മറ്റൊരുവരും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏക 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 സത്യനാമം യേശു എന്ന നാമം. ആ യേശു എന്ന നാമത്തെ നോക്ക്, യേശുവിനെ നോക്ക്. സ്വത്രം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവന് യേശുവിനെ നോക്ക്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. യേശുവിനെ നോക്കിയാൽ നിനക്ക് സമാധാനം വരും. യേശുവിന്റെ വീട്ടിൽ വന്നാൽ സമാധാനം വരും. പിശാചിന്റെ പ്രവൃത്തി അഴിയും, പിന്നെ പാപത്തിന്റെ ശക്തി അഴിയും. സ്വത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കും. സ്വത്രം യേശു ആര്? ദേവാദി ദൈവമത്രേ യേശു. ഇന്ന് രാത്രി യേശുവിന് മാത്രമേ പാപത്തെ മോചിപ്പിക്കാൻ കഴിവുള്ളൂ. ആ യേശുവിന്റെ മുമ്പിൽ കീഴടങ്ങിയാൽ ഏത് പാപിക്കും പാപമോചനം ഉണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചത്? സർപ്പ സന്തതികളെ. അടുത്ത വരി, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. വൃക്ഷമുണ്ട്, എന്തില്ല? ഫലം ഇല്ല. പള്ളിയിൽ തന്നെ യേശുവിനെയൊക്കെ അറിയാം, ബൈബിളൊക്കെ വായിക്കുന്നുണ്ട്, ഒരുപാട് വാക്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്തില്ല? പുറത്തൂടെ എല്ലാം ഉണ്ട്, അകത്തുള്ളതൊന്നും എല്ലാം സ്വത്രം പാവം നിറഞ്ഞു കിടക്കുക. ദൈവത്തിന് സ്വത്രം. പരീശന്റെ സ്വഭാവം പോലെ സ്വത്രം ഒന്നും പൊട്ടാതെ ഞാനെന്ന ഭാവത്തിൽ ഇന്നും വീഴാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ കർത്താവ് വിളിച്ചു പറഞ്ഞു, മക്കളെ ഒരവസരം കൂടെ ദേശത്തിന് തരികയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അവസരം കൂടെ കർത്താവ് തരികയാണ്. കർത്താവിനെ ഒളിച്ച് മറഞ്ഞിരിക്കാൻ നമുക്ക് ആർക്കും കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. അവനെ മറഞ്ഞെവിടെ ഒളിച്ചിരിക്കും. അടുത്ത വരി വായിച്ചേ. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? അടുത്ത വരി, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരത്തിന് യോഗ്യമായ യേശുവിനെ കണ്ടുമുട്ടാത്ത സഹോദര സഹോദരി, മാതാവേ, പിതാവേ, മക്കളെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ സകലത്തിനും പരിഹാരം. യേശു സകലത്തിനും പരിഹാരം. ആ സമ്പത്താകുന്ന യേശുവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി സ്വത്രം ആ യേശു ഇന്ന് രാത്രി, യേശുപ്പാ എന്നെ കൂടെ രക്ഷിക്കണമെന്ന് താങ്കൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ ആ യേശു നിങ്ങളെ രക്ഷിപ്പാൻ ഒരുക്കമാണ്. 2,
യേശുവിനെ ആരാധിക്കുന്നെന്ന് പറയുന്നെങ്കിലും സ്വത്രം പാപം നിറഞ്ഞാണ് ജീവിതമെങ്കിൽ, ഫലത്തിലൂടെ യേശുവിൻ്റെ ഒരു സ്വഭാവമില്ലെങ്കിൽ, ഇന്ന് രാത്രി എൻ്റെ കർത്താവ് പറയുന്നു, കോടാലി ചുവട്ടിലുണ്ടത് മുറിഞ്ഞു വീഴും മുമ്പ് ഒരവസരം കൂടെ കിളയ്ക്കാൻ വളമിടുവാൻ, ഒരവസരം കൂടെ വെള്ളമൊഴിക്കുവാൻ, ഒരവസരം കൂടെ ഈ സുവിശേഷം കേൾക്കാൻ ദൈവാത്മാവ് നമുക്കൊരവസരം തന്നിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് ഇടപെടുകയാണ്. വായിച്ചെടുത്ത വരി. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം. നല്ല ഫലം കർത്താവിനെ കണ്ടുമുട്ടി, പക്ഷെ ഫലം പഴയ ചീത്തവിളി ഇപ്പോഴും ഉണ്ട്, പഴയ അടി ഇപ്പോഴും ഉണ്ട്, പഴയ ശാപം പറച്ചിൽ ഇപ്പോഴും ഉണ്ട്, പഴയ ഉപദ്രവം ഇപ്പോഴും ഉണ്ട്, പഴയ കള്ളം പറച്ചിൽ ഇപ്പോഴും ഉണ്ട്. പള്ളിക്കകത്താണ്, എല്ലാ ഞായറാഴ്ചയും പള്ളിക്കകത്താണ്. പക്ഷെ പഴയ അതിര് തോണ്ടൽ ഇപ്പോഴും, പഴയ കള്ളക്കണക്ക് എഴുതൽ ഇപ്പോഴും, കള്ളക്കണക്ക് ഇപ്പോഴും ഉണ്ട്, പഴയ മായം ചേർക്കൽ ഇപ്പോഴും. ലാഭം കൂട്ടാൻ മായം ചേർത്തതെന്ത്, അല്പത്തിനായി അതിമോഹം മതിയോ, മനസ്സിന് ശാന്തിയില്ലാത്ത, മുഖത്ത് ശോഭയില്ലാത്ത യേശുവിനെ സ്വീകരിക്കുമോ? മനസ്സിന് ശാന്തിയില്ലാത്ത, മുഖത്ത് ശോഭയില്ലാത്ത യേശുവിനെ സ്വീകരിക്കുമോ? ഒട്ടു ചെയ്യാൻ ഒട്ടു വാങ്ങിയതെന്ത്, കൈക്കൂലി വാങ്ങി സ്വത്തു ചേർപ്പതെന്ത്, ലാഭം കൂട്ടാൻ മായം ചേർത്തതെന്ത്, അല്പത്തിനായി അതിമോഹം മതിയോ? മനസ്സിന് ശാന്തിയില്ലാത്ത, മുഖത്ത് ശോഭയില്ലാത്ത യേശുവിനെ സ്വീകരിക്കുമോ? മനസ്സിന് ശാന്തിയില്ലാത്ത, മുഖത്തിന് ശോഭയില്ലാത്ത യേശുവിനെ സ്വീകരിക്കുമോ? പാലിൽ പച്ചവെള്ളം ചേർക്കാത്ത സ്ഥാനത്ത് രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോഴും പച്ചവെള്ളം ഒഴിച്ചുകൊണ്ട് എണ്ണയിൽ മായം ചേർക്കാൻ കണ്ട് മായം ചേർത്ത് ഇന്ന് പള്ളി വന്ന് രക്ഷിക്കപ്പെട്ട് കർത്തൃമേശയെല്ലാം എടുക്കുന്നുണ്ട്. മായത്തിനൊരു കുഴപ്പവും, പണ്ടുള്ള കണ്ണക്കണക്ക് ഇന്നും മാറിയിട്ടില്ല. എവിടെ സ്വർഗത്തിൽ പോവാൻ, എവിടെ പോവാൻ? പുറത്തു പോലും എത്തത്തില്ല ആരും. ഇന്ന് രാത്രി ഒരു ഫലം യേശു എന്റെയും നിങ്ങളുടെയും അകത്ത് വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഫലത്താൽ. വൃക്ഷം തിരിച്ചറിയുന്നത് എങ്ങനെ? ഫലം കൊണ്ടല്ലയോ? ഇപ്പോഴും കള്ളത്തനം മാറിയിട്ടില്ല. ഇപ്പോഴും ഞാനും കർത്താവിനെ ആരാധിക്കുന്ന പിള്ളയാ, പക്ഷെ 10 പേരോട് പണങ്ങിയിരിക്കുക. ഞാൻ മിണ്ടില്ല. കർത്തൃമേശ എടുക്കാതെ മാറിയിരിക്കും. എന്താ എടുക്കാത്ത? അത് അല്പ കുഴപ്പം. ഒന്ന് ഫോൺ വിളിച്ചൊരു ക്ഷമ പറഞ്ഞ് തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും ഞാനൊന്നും ക്ഷമ പറയത്തില്ല. കർത്താവ് വന്ന പോക്ക. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഫലമില്ല, ഇല മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിച്ച് 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 എല്ലാം വാങ്ങി. എന്തെല്ലാം വാങ്ങി? നശിച്ചു പോകുന്നതെല്ലാം വാങ്ങി. ഒരിക്കൽ യേശുക്രിസ്തു സ്വത്രം, യേശുക്രിസ്തു ദൈവത്തിന് സ്വത്രം മറിയയുടെ മാർത്തയുടെയും വീട്ടിൽ നിന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർത്തയും മറിയും സ്വത്രം മറ്റു അനേകരുമുണ്ട്. എന്നാൽ മറി യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കുകയാണ് സ്വത്രം. എന്നാൽ മാർത്ത അടുക്കളയിൽ ഭയങ്കര ജോലി ചെയ്യുന്നിരിക്കുകയാണ്. മാർത്ത ഭയങ്കര വിചാരപ്പെട്ടുകൊണ്ട് കലങ്ങിക്കൊണ്ട് മനസ്സ് തകർന്നുകൊണ്ട് അവൾ പുലമ്പാൻ തുടങ്ങി. പല വിചാരം, ഒന്നല്ല ആഹാരത്തിൻ്റെ വിഷയം മാത്രമല്ല, പല വിചാരം കൊണ്ട് തകർന്ന് പുലമ്പാൻ തുടങ്ങി. പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, ഗുരു, ഇവക്ക് ഒരു രക്ഷയില്ല, ഇവക്ക് ഇത്രയും ഞാൻ ഇങ്ങനെ ആയിട്ട് പോലും എന്നോട് ഒന്നും തോന്നുന്നില്ലല്ലോ ഗുരു എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യേശുവിനെ വിളിക്കുകയാണ്, ഗുരു. യേശു പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനസ്സ് കലങ്ങിയിരിക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏത് അംശം? ആർക്കും അപകരിക്കാൻ പറ്റാത്ത നല്ല അംശമാകുന്ന യേശുവിനെ അവൾ സ്വീകരിച്ചിരിക്കുന്നു. ഇനി രാത്രി ഞാൻ ചോദിക്കട്ടെ, നല്ല അംശമാകുന്ന യേശു ഉള്ളത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഫലത്താൽ അറിയാം ആ മനുഷ്യൻ ആര്, ആ വ്യക്തി ദൈവവൈദ്യനാണോ അല്ലയോ എന്ന്. അവരുടെ ഫലത്താൽ ഞാൻ യേശുവിന്റെ മകളാണോ എന്ന് എങ്ങനെ അറിയാം? നെറ്റിയിൽ ഒട്ടിച്ചിടക്കുമ്പോഴല്ല, പിന്നെ വേഷം കണ്ടല്ല, വേദപുസ്തകം കയ്യിലിരിക്കുമ്പോഴല്ല, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ നോട്ടത്തിലൂടെ, എൻ്റെ ഇടപെടലിലൂടെ, എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളുടെ നടുവിലും, എൻ്റെ രാത്രികളിൽ, എൻ്റെ പകലുകളിൽ, എൻ്റെ സ്വത്രം ഇരുട്ടത്ത് ഏതൊക്കെ സ്ഥലത്ത് പോയാലും എന്നിൽ യേശു ഉണ്ടോ എന്നറിയാൻ പറ്റും. യേശുവുള്ള പൈതലിനെ അത് തിരിച്ചറിയാൻ പറ്റും. മാന്യ ശ്രോതാവേ, ഫലം നമ്മളിലുണ്ടോ അതോ ഇല മാത്രമേ ഉള്ളൂ? നമ്മൾ പ്രാർത്ഥിച്ച്
ലോകത്തിലുള്ള എല്ലാം നേടി. യേശുവിന്റെ സ്വഭാവം എൻ്റെ നിങ്ങളുടെ അകത്തുണ്ടോ? നമ്മുടെ ഈ ലോകത്തെല്ലാം നേടിയത് ഇവിടെ കൊണ്ട് തീരുന്നതാണ്. ഇത് നമുക്കൾക്ക് ആവശ്യമാണ്. പക്ഷേ മറിയ നേടിയത് ആർക്കും അപകരിക്കാൻ പറ്റാത്ത യേശുവിനെയും യേശുവിന്റെ കൃപാവരങ്ങളെയും യേശുവിന്റെ സ്വഭാവത്തെയും യേശുവിന്റെ താഴ്മയെയും യേശുവിന്റെ ദീർഘക്ഷമയെയും യേശുവിന്റെ കൃപകളെയും യേശുവിന്റെ ആത്മാവിന്റെ ഫലങ്ങളെയും വരങ്ങളെയും ദൈവശക്തിയെയും ദൈവത്തിന്റെ സ്വഭാവങ്ങളെയും മറിയ ഓരോന്നായി പ്രാപിച്ച് യേശുവിന്റെ കാൽക്കൽ ഇരിക്കുകയാണ്. യേശുവേ നിന്തിരു പാദം നമിച്ചേ, നീ മതിയേ, എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ, എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. ഉന്നതനേ യേശുനാഥ ആരാധന ആരാധന. ഉന്നതനേ യേശുനാഥ ആരാധന ആരാധന. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. അടുത്ത വരി വായിച്ചേ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം. ഏത് ഫലം? നല്ല ഫലം. നല്ല ഫലം ആരിലേ ഉള്ളൂ? യേശുവിൽ. നല്ല ഫലം ആരിലേ ഉള്ളൂ? യേശുവിൽ. യേശുവിൽ നിന്ന് വരുന്ന ഫലം എല്ലാം നല്ലതാ. 100 നല്ലതാ. ഒന്നുപോലും മോശമില്ലാത്ത ഫലം ഒരാളിലേ ഉള്ളത്. ആരാ? യേശു ക്രിസ്തു. ഇതാണ് ആരിൽ വരേണ്ടത്? നമ്മളിൽ വരേണ്ടത്. നമ്മളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നല്ലതുണ്ടോ സഹോദരങ്ങളെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വത്രം ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? അപ്പാ ആണ്ടവരെ ദൈവമേ എന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും യേശുവിൻ്റെ മക്കളൊന്നും ആവൂല. കർത്താവിൻ്റെ മക്കളാകണമെങ്കിൽ കർത്താവ് അകത്ത് വന്നിരിക്കണം. കർത്താവ് അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്വഭാവത്താൽ അറിയാം. ക്രിസ്തു അകത്ത് വന്നിട്ടുള്ളവനെ തിരിച്ചറിയാം. കർത്താവിന് അവനെ അറിയാം, അവന് കർത്താവിനെയും അറിയാം. സ്വത്രം. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ നിങ്ങൾ വീണ്ടും ആദ്യ പാഠങ്ങളിലേക്ക് തിരിയുന്നത് എവിടെ കിടക്കുന്നു? ഗലാത്യർക്ക് 4:8 സ്വത്രം. നമ്മൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം എങ്ങനെ ദൈവം എന്നെ അറിഞ്ഞുമിരിക്കും. നിങ്ങളെ ദൈവം അറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ലോകത്തിലുള്ള സകല മനുഷ്യർ യേശുപ്പ കർത്താവെ ഇന്ന തരണേ എല്ലാവരും ഒന്നും ആരുടെ മക്കളല്ല. യേശുവെ എന്ന് വിളിക്കുന്ന എല്ലാവരും ഒന്നും ആരുടെ മക്കളല്ല. ഈ ലോകത്തിലുള്ളതൊക്കെ കിട്ടും. പക്ഷേ സ്വത്രം അത് പള്ളി തന്നെ വരണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ കിട്ടും. ദൈവത്തിന് മഹത്വം. അംബാനിക്ക് ധനം കൊടുത്തതാരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണോ? ഈ ബ്ലൈഡുകാർക്ക് പണം കൊടുക്കുന്നതാരാ? കർത്താവ് യേശു ക്രിസ്തുവാണോ? ഇതൊക്കെ അല്ലാതെയും കിട്ടും. പക്ഷെ ക്രിസ്തുവിനെ കിട്ടണമെങ്കിൽ, ക്രിസ്തുവിനുള്ള ഫലം കിട്ടണമെങ്കിൽ, ക്രിസ്തുവിന്റെ സ്വഭാവം കിട്ടണമെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയാകണമെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവിനെ നിറഞ്ഞ് ക്രിസ്തു നടന്നതുപോലെ നടക്കണമെങ്കിൽ, ക്രിസ്തു സംസാരിക്കണമെങ്കിൽ അതിനെ വില കൊടുത്തേ തീരും. അതിന് വില കൊടുക്കണം. മറ്റതെല്ലാം പ്രാർത്ഥിച്ച് 21 ദിവസം ഇരുന്നാലും കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ യേശുവിനെ കിട്ടണമെങ്കിൽ, യേശുവിനുള്ള സമ്പത്തിനെ കിട്ടണമെങ്കിൽ, അതാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് വായിക്കേണ്ട. എല്ലാവർക്കും അറിയുന്നുള്ളത് 6-ാം അധ്യായത്തിനകത്ത് വീട്ടിൽ പോയി വായിച്ചാൽ മതി. 6-ാം അധ്യായത്തിനകത്ത് യേശുക്രിസ്തു ജനക്കൂട്ടത്തോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കട്ടിയായ സുവിശേഷം യേശുക്രിസ്തു പറയാൻ തുടങ്ങിയപ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെയും മാംസത്തെക്കുറിച്ച്, ആ ജീവനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ 12 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വീടുകളിൽ പോകും. അപ്പോൾ യേശു എന്നോട് പറഞ്ഞു, കർത്താവേ ഇതൊക്കെ കഠിന വാക്കാണ്. മര്യാദയ്ക്ക് മര്യാദയ്ക്ക് നല്ല രീതിയിൽ പ്രസംഗിച്ച ആളുകളൊക്കെ കൂടും. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് വന്ന് കരവടിച്ചേ സ്തോത്രം. എന്നെ ശ്രദ്ധിക്കണേ ദയവായി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ദൈവത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെ അകത്ത് വന്നാൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് വരും? മാറ്റം സംഭവിക്കും. യേശു വന്നില്ല എങ്കിൽ നമുക്കൊരു മാറ്റവും ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. യേശു എൻ്റെ അകത്ത് വരണം. ഇവിടെ ഇതാ ബാക്കി എല്ലാ ജനവും തിരിഞ്ഞു പോയി. വെറും 12 പേരേ ഉള്ളൂ.
അതിലൊരു ശിഷ്യൻ വന്ന് യേശുവിനോട് ശാസിക്കണം, കർത്താവേ ഇനി നീ പ്രസംഗിക്കുമ്പോൾ അവരാരെ വേദനിപ്പിക്കാതെ വേണം പ്രസംഗിക്കുക. ഈ കഠിന വാക്കാ പ്രസംഗിച്ച ഇത്ര ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച ആരിരിക്കും? നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് ഇങ്ങനെയൊക്കെ കോടാലി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ അതിലൊന്നും മാന്തിക്കൂടാ, കള്ളം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ഇന്ന ഭാവമൊക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് മാനസാന്തരപ്പെടുന്നൊക്കെ പറഞ്ഞാൽ ആരിരിക്കും? ഈ കഠിന വാക്കൊന്നും നീ ഉപദേശിക്കരുത് എന്ന് പറയുമ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? സ്വത്രം നിങ്ങൾക്കും. അപ്പോൾ പത്രോസ് പറഞ്ഞൊരു വരിയുണ്ട്, എന്തെന്നാ? നിത്യജീവമൊഴികൾ അങ്ങിലുണ്ടു പരനെ, അങ്ങ് വിട്ടിട്ടടി ഞങ്ങൾ എങ്ങുപോയി വസിക്കപ്പ. എവിടെ പോയാലും നിത്യജീവനെ കിട്ടൂല, നിന്നോടൊപ്പം നടക്കാത്തടത്തോളം കാലം, അപ്പൻ്റെ അടുക്കൽ വരാത്തടത്തോളം കാലം വേറെ എവിടെ പോയാലും നിത്യജീവനെ കിട്ടാൻ എനിക്ക് യേശുവിൻ്റെ അടുത്ത് വന്നാലേ കിട്ടും. നിത്യജീവന് വേണോ? ആരുടെ അടുത്ത് പോകണം? യേശുവിൻ്റെ അടുത്ത് തന്നെ പോകണം. ബാക്കി പലതുമൊക്കെ ഈ ലോകത്തിൽ കിട്ടുമായിരിക്കും, പക്ഷെ യേശുവിനെ കിട്ടണമെങ്കിൽ, യേശുവിനുള്ളതിനെ കിട്ടണമെങ്കിൽ, നിത്യജീവനെ കിട്ടണമെങ്കിൽ യേശുവിൻ്റെ അടുത്ത് തന്നെ വരണം. അതിന് വില കൊടുത്തേ തീരൂ. അടുത്ത വരി വായിച്ചേ. സമയം പോരാ, പെട്ടെന്ന്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിന് അവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. അങ്ങോട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോളാം, ഞാൻ പറഞ്ഞു ടക്കന് പോകാം. സ്തോത്രം. അങ്ങോട്ടൊരു വലിയൊരു നീണ്ട പ്രസംഗമാണ്. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനെ എല്ലാവരും കൂടെ പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് അങ്ങ് അടച്ചു. അവിടെ വേറെയും വിഷയങ്ങളുണ്ട്, നിങ്ങൾ വായിക്കുമ്പോഴുണ്ട്. ഹെരോദ്യയുടെ വിഷയം, ഹെരോദ്യയുടെ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഫിലിപ്പോസിന്റെ വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങൾ ആത്മാവിൽ ദൈവദാസൻ വിളിച്ചങ്ങ് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. വിളിച്ചങ്ങോട്ട് പറഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്ക് അംഗീകരിക്കാനും പറ്റിയില്ല. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകനെ തടവിലാക്കിയാൽ ഇതോടെ സുവിശേഷം കെട്ടിപ്പൂട്ടുമെന്ന് ലോകം കരുതി. സുവിശേഷം തീർന്നുവെന്നും ഇനി സുവിശേഷം പ്രചരിക്കത്തില്ലെന്നും ഇനി ആരും യേശുവിന്റെ സുവിശേഷം പറയത്തില്ലെന്നും യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തോടെ യോഹന്നാൻ സ്നാപകനെ പൂട്ടിയിടുമ്പോൾ ഒരു കൂട്ടം പേർ ചിന്തിച്ചു, ഇത് യേശു അറിഞ്ഞിട്ട്. യേശു മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ഇത് അറിഞ്ഞിട്ട് നേരെ ചെന്ന് സ്വത്രം കർത്താവ് മർക്കോസ് 1:15 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. മർക്കോസ് 1:15 കാലം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, കാലം തികഞ്ഞു. തൊട്ട് മുമ്പത്തെ വാക്യം കൂടെ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം, ശ്രദ്ധിക്കണേ, യോഹന്നാൻ തടവിലായപ്പോൾ യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ശ്രദ്ധിക്കണേ, യോഹന്നാൻ സ്നാപകൻ തടവിലായപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതോടെ വേദപുസ്തകം പൂട്ടി, സുവിശേഷം പൂട്ടി, യേശുവിന്റെ നാമം ഇനി ആരും ഉച്ചരിക്കത്തില്ല, ഇതോടെ തീർന്നു. സുവിശേഷത്തെ ഒതുക്കാൻ ഈ ലോകത്തിലുള്ള ആർക്കും കഴിയത്തില്ല. യേശുവിനെ ഒതുക്കാൻ, യേശുവിന്റെ നാമത്തെ ഒതുക്കാൻ, ദൈവമക്കളെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളത് മനസ്സിലാക്ക്. തകർക്കാൻ നോക്കുന്തോറും വളരുന്ന ഒന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമമേ ഉള്ളൂ, സുവിശേഷമേ ഉള്ളൂ. കോടികൾ നരകത്തിൽ തീക്കകത്തുനിന്ന് രക്ഷയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ദിവസം തോറും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്നെയും ഇരുകരവും നീട്ടി യേശു സ്വീകരിക്കാൻ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. നിന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഏൽപ്പിച്ചു കൊടുക്കാമോ? മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ ഏക നാമം യേശു എന്ന നാമം. ആ യേശു എന്ന നാമത്തിന്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും. എല്ലാ നാമം പറയും, യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യോഹന്നാൻ സ്നാപകനെ പിടിച്ച് തടവിലാക്കിയപ്പോൾ സുവിശേഷം തീർന്നു എന്ന് ജനം കരുതി. എന്നാൽ യോഹന്നാൻ സ്നാപകനെ തടവിലാക്കുമ്പോൾ എന്താ സംഭവിച്ചതറിയുമോ? യേശു അങ്ങോട്ട് ഇറങ്ങി. ആരിറങ്ങി? യേശു അങ്ങോട്ട് ഇറങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൽ യേശു പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങൾ, അതിശയങ്ങൾ, അടയാളങ്ങൾ, വീര്യ പ്രവർത്തികളും ചെയ്ത് ദൈവത്തിന് സ്വത്രം. 33 വയസ്സാകുമ്പോൾ ശിഷ്യന്മാരെ കൊണ്ടു നടന്നു. അവർക്ക് സ്വത്രം വചനമെല്ലാം പറഞ്ഞു കൊടുത്തു. അവർക്ക് അർത്ഥം ഗ്രഹിക്കാൻ പറ്റാത്തത് യേശുവിന്റെ പുറകെ നടന്ന് ചോദിക്കുക, അപ്പാ ഇന്ന ഉപമ പറഞ്ഞല്ലോ കർത്താവേ, അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു
തരണമേ. ശിഷ്യന്മാർ യേശുവിന്റെ പുറകെ നടക്കും. എന്തിനു വേണ്ടി? എത്ര പേരുണ്ട് ഇതിനകത്ത് ശിഷ്യൻ? ഹല്ലേലൂയ. ഈ ശബ്ദപരിധിക്കുള്ളിൽ മാന്യ ശ്രോതാവെ, താങ്കൾ യേശുവിനെ കണ്ടുമുട്ടിയ ആളായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ശിഷ്യനായിട്ടുണ്ടോ ആ ഗുരുവിന്റെ പുറകെ നടക്കാൻ? ഗുരുവേ, ഗുരുവേ, അങ്ങയുടെ ജ്ഞാനം എനിക്ക് പകരണമേ, ഈ വചന വെളിപ്പാട് എനിക്ക് തരണമേ, ആഴമേറിയ വചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ, ഈ വചനത്തിൽ എനിക്ക് ജീവിക്കാൻ കൃപ തരണമേ എന്ന്. ഇതിന്റെ പൊരുൾ എന്താണപ്പാ? അതിന് കൃപ വേണമെന്ന് യാചിക്കുന്ന എത്ര പേർക്ക്, കൂടെ നടക്കുന്ന എത്ര പേരുണ്ട്? ശിഷ്യന്മാർ പ്രാർത്ഥന കഴിഞ്ഞാൽ, സുവിശേഷ പ്രസംഗം കഴിഞ്ഞാൽ വീട്ടിൽ പോകത്തില്ല. യേശുവിന്റെ പുറകെ പോയി ചോദിക്കും, ഗുരു ഇന്ന് അവിടെ പ്രസംഗിച്ചില്ലേ വിത്തിന്റെ കാര്യം, അതിന്റെ അർത്ഥം എന്താ ഗുരു? ഓരോന്നായി യേശുവിനോട് ചോദിക്കും. ചോദിച്ചു വന്നപ്പോൾ, കൂടെ നടന്നപ്പോൾ ഇവരുടെ അകത്ത് കൃപ വന്നു, അഭിഷേകം, ദൈവകൃപ വന്നു, ദൈവശക്തി വന്നു. ദൈവം ഒരു ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ അടുത്ത് വന്നു. പക്ഷെ ചോദിക്കേണ്ടി വന്നില്ല. യേശു പിന്നെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ ഗ്രഹിക്കുന്നുവോ? നിങ്ങൾ വേദപുസ്തകം വായിക്കും, മനസ്സിലാവും. അടുത്ത് ഇവർക്ക് മനസ്സിലായിരുന്നില്ലെന്നല്ല, സ്തോത്രം, അവർ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുവോ? ആദ്യം ഗ്രഹിക്കത്തില്ല, പക്ഷെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രഹിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു. കുറച്ച് ദിവസം കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തു യേശുവിന്റെ വാസന ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി. ഇവർക്ക് ഗ്രഹിക്കാൻ തുടങ്ങി, ഇവരുടെ വചന വെളിപ്പാട് പ്രാപിക്കാൻ തുടങ്ങി. സ്തോത്രം. അടുത്ത ഉപമകൾ പറയുമ്പോൾ യേശു ചോദിക്കുന്ന ഒരു വരിയാണ്, നിങ്ങൾ ഗ്രഹിക്കുന്നുവോ? ഉവ്വ കർത്താവേ, ഗ്രഹിക്കുന്നു. ഓ ജീസസ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ കൂടെ നടക്കുന്ന മക്കൾ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. യേശു കർത്താവ് ഉണ്ടല്ലോ, ഇവിടെ പൂട്ടിയപ്പോൾ യേശു സുവിശേഷം തുടങ്ങി, യേശു പ്രസംഗിച്ചു. ഇതാ 33.5 വയസ്സാകുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, മക്കളെ ഞാൻ പോകാൻ സമയമായി, ഞാൻ പോയിട്ട് വീണ്ടും വരും. അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാം. സ്തോത്രം. ഈ വീണ്ടും വരുന്നതിനെ കുറിച്ച് ദൈവത്തിന് മഹത്വം. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഞാൻ വീണ്ടും വരും, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ കാത്തിരിക്കണം. സ്തോത്രം. ലൂക്കോസ് 24 നിങ്ങൾ എങ്ങും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട വാഗ്ദത്തം എന്ന പരിശുദ്ധ ആത്മാവിനായി ഇവിടെ തന്നെ, കണ്ടോ, സുവിശേഷം പൂട്ടാൻ നോക്കി. ഓ സ്തോത്രം. യേശോപ്പച്ചന്റെ സുവിശേഷത്തിനെ അടച്ചുപൂട്ടാൻ നോക്കി. സ്തോത്രം. യോഹന്നാൻ സ്നാപകനെ തകർത്തു. പക്ഷെ അതോടുകൂടെ തീർന്നെന്ന് ജനം കരുതി, പൂട്ടാമെന്ന് കരുതി. പൂട്ടാൻ പറ്റിയില്ല. അടുത്ത് യേശുക്രിസ്തു അങ്ങോട്ട് തുടങ്ങി. യേശുക്രിസ്തു സുവിശേഷം നിർത്താൻ സമയമായപ്പോൾ, യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ സമയമാകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം, ഉയരത്തിൽ ശക്തി പ്രാപിപ്പോളും നഗരത്തിൽ പാർപ്പീൻ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശക്തിക്കായി 120 പേർ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഓർഡറായിട്ട് പറഞ്ഞു വരികയാണ്. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് 120 പേർ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പോൾ 10-ാമത്തെ ദിവസം കാത്തിരുന്ന് 10-ാം ദിവസം വരെ കാത്തിരിക്കാൻ കാര്യമുണ്ട്. സ്തോത്രം. അവിടെ ഒരു ഉത്സവം നടക്കാൻ സമയമായി. ഈ 10 ദിവസം കൂടെ ആകുമ്പോഴേ അവിടെ ഉത്സവം. ആ ഉത്സവത്തിന് വന്ന ജനം ഇതറിയണം, അവരെ ആരാധനയ്ക്ക് വരണം. എൻ്റെ ദൈവത്തിനൊരു പ്ലാനുണ്ട്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. വെറും 120 പേർ മാളിക മുറിക്കകത്തൊരു പ്രാർത്ഥന തുടങ്ങി. എൻ്റെ അപ്പൻ അന്ന് വേണമെങ്കിൽ അഭിഷേകം കൊടുക്കാമായിരുന്നു, 2-ാം ദിവസം വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, 3-ാം ദിവസം വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. ഇല്ല, കർത്താവ് 10 ദിവസം ആയപ്പോഴാണ് കൊടുത്തത്. 10-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ നടന്ന് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ശിഷ്യന്മാർ അന്ന് മുതൽ കാത്തിരിക്കുകയാണ്. 10-ാമത്തെ ദിവസം അഭിഷേകം, പരിശുദ്ധാത്മാവ്. ഓ സ്തോത്രം. ആ വ്യക്തികളുടെ മേൽ 120 പേരുടെ മേലും പരിശുദ്ധാത്മാവ് റൂമിനകത്ത് നിറച്ചു, ഇരുന്ന ജനത്തെ നിറച്ചു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവർ ഓരോരുത്തരും ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്ത അന്യഭാഷ. ആരോട് സംസാരിക്കാനാണ് അന്യഭാഷ? സ്തോത്രം. ആരോട് സംസാരിക്കാനാണ്? ദേശത്തോട് സംസാരിക്കാനാണോ? അടുത്തിരിക്കുന്ന ആളിന് എനിക്ക് അന്യഭാഷ ഉണ്ടെന്ന് പറയാനാണോ? 10 പേർക്ക് എനിക്ക് ഉണ്ട് എന്ന് വിളിച്ചു പറയാൻ അല്ല, യേശുവിനോട് സംസാരിക്കാനാണ് എൻ്റെ ദൈവം എനിക്ക് അന്യഭാഷ തന്നിരിക്കുന്നത്. യേശുവിനോട് സംസാരിക്കാൻ 120 പേരുടെ മേൽ, അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ള 120 പേരുടെ മേൽ അഭിഷേകത്തെ പകർന്നു. നീ പൂട്ടാൻ നോക്കി, പക്ഷേ പൂട്ടാൻ പറ്റിയില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് 120 പേർ അഭിഷേകം പ്രാപിച്ച് 10-ാമത്തെ ദിവസം അഭിഷേകം കൊടുക്കാൻ കാരണം ദേവാലയത്തിനകത്ത് ഉത്സവം. സ്തോത്രം. യേശു പോയ ശേഷം 10-ാമത്തെ ദിവസം അവിടെ ഉത്സവം. അവിടെ ആയിരങ്ങൾ തടിച്ചുകൂടും, ആയിരക്കണക്കിന് ജനം അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾ. ഇത്രയും അകലെ നടക്കുന്ന ആ ആലയത്തിനകത്തുള്ള ആ ഫംഗ്ഷൻ വന്ന സകല ജനങ്ങളും 120 പേരുടെ മേൽ ആത്മാവ് നിറഞ്ഞപ്പോൾ മർക്കോസിന്റെ മാളിക മുറി നിറഞ്ഞ്, മാളിക മുറിക്കകത്തിരുന്ന 120 പേരുടെ മേലും അഭിഷേകത്തിന്റെ തീ ഇറങ്ങി. അത് നിറഞ്ഞ് പാപത്തെ കത്തിച്ച് അകത്തെ മനുഷ്യരെ നിറച്ച്
കണ്ണുകളെ തുറന്ന് വചന വെളിപ്പാടുകളെ കൊടുത്ത് ആ റൂമുകളെ തുറന്ന് ദേശത്ത് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അതങ്ങോട്ട് ഒഴുകി ഈ അഭിഷേക നദി ഒഴുകിയെടുത്തെല്ലാം ചിലതെല്ലാം ചരിക്കാൻ തുടങ്ങി, ചില അസ്ഥിയോട് ചേരാൻ തുടങ്ങി. അവിടെ ഉത്സവത്തിന് കൂടിയ ജനം മുഴുവൻ ഒറ്റ ഓട്ടത്തിൽ ഇവിടെ എവിടെയാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് അറിയാൻ എവിടെ വന്നു? മർക്കോസിന്റെ മാളിക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിഞ്ഞൂടാ. മർക്കോസിന്റെ മാളിക മുറിയിൽ അവിടെ ജനം അങ്ങോട്ട് തടിച്ചുകൂടും. അവിടെ ജനം ഒരുപാട് വന്ന് കൂടിയിട്ട് പറയുകയാണ്. അവർക്ക് ഒരു കൂട്ടം പേര് പറയുന്നു, ഞങ്ങളുടെ ഭാഷയാണ് ഈ സംസാരിക്കുന്നത്. കണ്ണ് മങ്ങിയ ഏലിക്ക് ഹന്നയുടെ കണ്ണുനീര് കാണാൻ പറ്റിയില്ല. ആ സഹോദരിയുടെ വേദന അറിയാൻ പറ്റിയില്ല. അയാളുടെ കണ്ണ് മങ്ങിയവന് ഇനി അഭിഷേകം പറഞ്ഞ വല്ലതും അറിയാമോ? കണ്ണ് ഉരുടായിരിക്കുന്ന ആളിനെ പരിശുദ്ധാത്മാവിനെ പറ്റി വല്ല പറഞ്ഞ അറിയാമോ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ കണ്ണു മങ്ങിയവർ അവിടെ വീഞ്ഞു കുടിച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ പത്രോസ് അവരുടെ നടുവിലോ അമ്മേ 120 പേരുടെ നടുവിൽ അക്ഷരജ്ഞാനം കുറഞ്ഞ പഠിത്തമില്ലാത്ത മീൻ പിടിക്കാൻ മാത്രം അറിയാന്നുള്ള എടുത്തുചാട്ടക്കാരൻ യേശുവിനെ സ്തോത്രം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവർ, ദൈവത്തിന് മഹത്വം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന് പറഞ്ഞവൻ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ടെന്ന് പറഞ്ഞവൻ, അത്ര ആഴമായ വെളിപ്പാട് കിട്ടിയവനുമാണ് യേശുവിനെ മാറ്റി നിർത്തി. യേശുപ്പ, എന്തോന്ന് നിന്റെ പ്രസംഗം? നീ എന്തോന്നാണ് പറയുന്നത്? മരിക്കുന്നു 3-ാം നാൾ ഉയർക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തോന്ന് എന്ന് പറഞ്ഞ് യേശുവിനെ ഉപദേശിക്കാൻ മാറ്റി നിർത്തിയ പത്രോസാണ്. അപ്പോൾ യേശു എന്താ പറഞ്ഞേ? പത്രോസേ, നിന്നിൽ എന്താണ്? നീ ആരാണ്? സാത്താനാണ്, പോ സാത്താനെ. നീ വരുമ്പോൾ പത്രോസിലുള്ള സാത്താൻ എന്ത് ചെയ്തു? നമ്മളാണെങ്കിൽ നിന്റെ മേൽ സാത്താനെ വല്ല ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ ദേശത്തൂടെ പോകത്തില്ല. ആ ദൈവ മനുഷ്യനെ കണ്ട എന്ത് ചെയ്യും നോക്കിക്കേ. പക്ഷേ എൻ്റെ അപ്പൻ ഇതൊന്നുമില്ല. യോഹന്നാൻ സ്നാപകൻ എങ്ങനെയായിരുന്നു? യേശു എങ്ങനെയായിരുന്നു? കർത്താവിൻ്റെ സത്യസുവിശേഷം വിളിച്ചറിയിക്കാൻ നമുക്ക് മുഖം മൂടി വേണ്ട. ആത്മാവ് തരുന്നതിനെ തുറന്നു വിടാനാണ് എന്നെയും നിങ്ങളും ദൈവം അഭിഷേകം ചെയ്തതെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ മറന്നു പോകരുത്. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നല്ലൊരു ഭടനായി അപ്പന്റെ സുവിശേഷത്തെ ഉയർത്താൻ സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമ്മളോട് ആജ്ഞാപിക്കുകയാണ്. നോക്കിക്കേ, ഇവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വീഞ്ഞു കുടിച്ചതല്ലെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അങ്ങോട്ട് തുടങ്ങി. പ്രസംഗം തുടങ്ങിയപ്പോൾ അവിടെ തടിച്ചുകൂടി ജനത്തിൽ 3000 പേർ ഒറ്റ പ്രസംഗത്തിൽ എന്ത് ചെയ്തു? പൂട്ടാൻ നോക്കിയതാ. യോഹന്നാൻ സ്നാപകനം എവിടെ പൂട്ടിയിട്ടിട്ട് സുവിശേഷത്തെ പൂട്ടാൻ നോക്കി. പറ്റിയോ? യേശു ഇറങ്ങി. യേശു പോയപ്പോ അതോടെ തീർന്നെന്ന് വിചാരിച്ചു. തീർന്നോ? ഇല്ല. പിന്നെ അവിടെ 120 പേരുടെ മേൽ ശക്തി നിറച്ചു. ഈ 120 തീർന്നോ? ഇപ്പൊ ഇവിടെ എത്ര വന്നു? ഒറ്റ പ്രസംഗത്തിൽ 3000. ഇനി അങ്ങോട്ട് 5000, ഇനി അങ്ങോട്ട് 10000. തീർന്നില്ല. 8-ാം അധ്യായത്തിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. 7-ാം അധ്യായത്തിന് 6-ാം അധ്യായം അവസാനം മുതൽ അങ്ങോട്ട് വരുമ്പോൾ ഇതാ 7 പേരെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരുത്തനുണ്ട്. അതാരാ? സ്റ്റെഫാനോസ്. ആമേൻ. ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. ഞാൻ പറയാം, ദൈവം പ്രസാദിച്ചൊരു ഒറ്റ യാഗമായാലും കുഴപ്പമില്ല, എൻ്റെ അപ്പം പ്രസാദിച്ചാൽ മതി. കോടിക്കണക്കിന് മെസ്സേജ് കൊടുത്തിട്ട് ഒന്നിലും അപ്പൻ്റെ ജീവനില്ലാത്ത പ്രസംഗമാണെങ്കിൽ എന്ത് പ്രയോജനം? കർത്താവ് തന്ന ദൂതല്ല വിളിച്ച് പറഞ്ഞതെങ്കിൽ, ആൾക്കാരുടെ പാക്കറ്റിരിക്കുന്ന പൈസയാണ് ലക്ഷ്യമിട്ട് ദൂത് പറഞ്ഞതെങ്കിൽ സ്വർഗം പ്രസാദിക്കുമോ? ഇല്ലേ, ഇല്ല. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഇവിടെ ഈ ദൂതുകളൊന്നും ആരുടേതല്ല, അവരുടെ സ്വന്തത്തിലോ ദേശത്തിന്റെ മുഖം നോക്കിയോ അല്ല ദൈവം കൊടുക്കുന്നത്. കയീനും ഹാബേലും യാഗമർപ്പിച്ചു. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ യാഗം ആരുടെ യാഗമാ? ദൈവം പ്രസാദിച്ച യാഗം ആരുടെ? ഹാബേലിന്റെ യാഗം. ഒറ്റ യാഗമേ അർപ്പിച്ചുള്ളൂ. ദൈവം വാസന മണത്തു. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം 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 പ്രസാദിച്ചു. എന്നോട് നിങ്ങളോട് കർത്താവ് ചോദിക്കുകയാണ്, നീ 1000 പ്രസംഗം പ്രസംഗിച്ചാണ്, പക്ഷെ ഒറ്റ പ്രസംഗത്തിലെങ്കിലും എൻ്റെ അപ്പൻ പ്രസാദിച്ചോ? നീ 1000 പ്രാർത്ഥന പ്രാർത്ഥിച്ചാണ്, ഒറ്റ പ്രാർത്ഥനയിലെങ്കിലും ദൈവം പ്രസാദിച്ചോ? നീ 1000 സ്തോത്രം പറഞ്ഞു കാണും, ഒറ്റ സ്തോത്രത്തിലെങ്കിലും ദൈവം പ്രസാദിച്ചോ? നീ 1000 പാട്ട് പാടിക്കാണും, ഒറ്റ പാട്ടെങ്കിലും ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ ആത്മാവിൽ നിന്ന് പാടിയോ?
ജീസസ്, ഹല്ലേലൂയ. അങ്ങനെ ഈ മനുഷ്യനൊറ്റ പ്രസംഗം പ്രസംഗിച്ചുള്ളൂ. പ്രസംഗത്തിൽ സ്വത്രം ഇവിടെ ഒറ്റ യാഗമേ അർപ്പിച്ചുള്ളൂ. അതോടെ മരണമാണ് സംഭവിച്ചത്. സ്വത്രം. യോഹന്നാൻ സ്നാപകൻ കഴുത്തുപോയി, പക്ഷെ പ്രസംഗം ദൈവത്തിന് പ്രസാദമായിരുന്നു. ഇവിടെ ഇതാ ഒരു പ്രസംഗം. സ്തേഫാനോസ് എല്ലാം പൂട്ടാന്ന് കരുതി 7 പേരിൽ ഒരുവൻ സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ 7-ാം അധ്യായം അതിന്റെ 54-55 വാക്യം വായിക്കുമ്പോൾ കല്ലേറ് കിട്ടാൻ തുടങ്ങി, പ്രശ്നം വരാൻ തുടങ്ങി, പ്രതിസന്ധി വരാൻ തുടങ്ങി. അടുത്തവർ വായിച്ചേ ആ വാക്യം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി. അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. സത്യ സുവിശേഷം കേൾക്കുമ്പോൾ ഒരുപക്ഷെ പല്ലുകടിയൊക്കെ വരും. ഹല്ലേലൂയ. പക്ഷേ ഈ കല്ലും നെല്ലും തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. പതിരിനെ പാറ്റിക്കളയുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. കതിരും പതിരും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. നല്ലതും ചീയതും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അടുത്ത വരി വായിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ശ്രദ്ധിക്കണേ, നമ്മളെ നോക്കി ഒരാൾ പല്ല് കടിച്ചാൽ പരിശുദ്ധാത്മാവ് നിറയോ ചീത്ത വിളി വരുമോ? നൈറ്റിയൊക്കെ കൊണ്ട് പൊക്കി ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാടാന്ന് പറയും. എങ്ങനെ പല്ല് കടിച്ചാൽ നമ്മൾ നിന്ന് പറയും, അങ്ങോട്ട് വാളമല്ലെങ്കിൽ പൗലി എടുത്തിട്ട് പറയും വെച്ചിട്ടുണ്ടാടാന്ന് പറയും. നിനക്ക് 10 തരം ഞാൻ ഒളിച്ചിരുന്നെങ്കിൽ ഞാൻ കല്ലു ഉറക്കി ഇറങ്ങി നിന്നെ തള്ളിയിടുവാടാന്ന് പറയും, ഇല്ലേ? പക്ഷേ സ്തേഫാനോസിന്റെ മുഖൻ എന്താ പറഞ്ഞേ? യേശു ഉള്ളവനെ കണ്ടറിയാം. ആരാധന നായകൻ നീരേ, ആരാധന വേണ്ടനും നീരേ, ആരാധന നായകൻ യേശു, ആരാധന വേണ്ടനും യേശു. ആയുൾ മുടിയും വരെ ഉമ്മൈ തൊഴുതിടുവേ, ആയുൾ മുടിയും വരെ ഉമ്മൈ തൊഴുതിടുവേ. ആരാധന നായകൻ യേശു, ആരാധന വേണ്ടനും യേശു, ആരാധന നായകൻ യേശു, ആരാധന വേണ്ടനും യേശു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് നായകനും ആരാധന വേണ്ടതും യേശുവിനും മാത്രമാണ്. ആയുസ് തീരും വരെയും യേശു എന്ത് ചെയ്യണം? ആരാധിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് അടുത്ത വാക്യം വായിച്ചു. അടുത്ത വാക്യം ഇപ്പൊ കേട്ടൻ. അടുത്ത വാക്യം അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പല്ല് കടിച്ചപ്പോൾ, സ്വത്രം പരിഹസിച്ചപ്പോൾ ദൈവത്തിന്റെ മകൻ ആത്മാവ് നിറഞ്ഞവനായി. അവനോ പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി. അടുത്ത വരി. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. എവിടെ നോക്കി? സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അടുത്ത വരി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. പ്രതികൂലത്തിനകത്ത് യേശുവിനെ കാണുന്ന മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രശ്നം വരുമ്പോൾ ഇട്ടിട്ടോടുകയല്ല. പ്രശ്നം വരുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്ന മക്കൾക്കായി, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ സ്വർഗം കാണുന്ന മക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. അടുത്ത പറ്റി. ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ കാണുന്നു. മതി ദൈവത്തിന് സ്തോത്രം. അപ്പോ സ്തേഫാനോസ് ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. പക്ഷെ പ്രസംഗത്തിൽ ദൈവം പ്രസാദിച്ചു. ദൈവത്തിന് ആ പ്രസംഗം ഇഷ്ടമായി. ദൈവത്തിന് ഒത്തിരി ഇഷ്ടമായി പ്രസംഗം. എന്നാൽ സ്തേഫാനോസ് ഇവിടെ കല്ലേറുകൊണ്ട് മരിച്ചു എങ്കിലും സ്തേഫാനോസ് നേരെ എവിടെ കയറിപ്പോയി? സ്വർഗത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ സഭ ചിതറുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നോക്കുമ്പോൾ 8-ാം അധ്യായം നോക്കുമ്പോൾ സഭ ഇതാ ചിതറുകയാണ്. ജനം ചിതറി മാറുകയാണ്. എന്നാൽ ചിതറുന്നിടത്തെല്ലാം ഒരു തീപ്പന്തം വീഴും പോലെ അപ്പോസ്തലന്മാർ സുവിശേഷം വിളിച്ചു പറയാൻ തുടങ്ങി. ചെതറിയപ്പോൾ ജനം ചിന്തിച്ചു, ഇതോടെ യേശുവിന്റെ സുവിശേഷം തീർന്നു, പൂട്ടി എന്ന് ചിന്തിക്കുമ്പോൾ 8-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, 1-ാം വാക്യം മുതൽ ടക്കന വായിച്ചാട്ടെ. 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി.
ചിതറിപ്പോയി. അടുത്ത വരി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അടുത്ത വരി. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. അടുത്ത വരി. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. അടുത്ത വരി. ചിതറിപ്പോയവർ ചിതറിയപ്പോ വിചാരിച്ചു ഇതോടെ തീർന്നെന്ന്. ചിതറിപ്പോയവർ എന്ത് ചെയ്തു? അടുത്ത വരി. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ. ഈ ചിതറിപ്പോയവരിൽ ഒരാളാണ് ഫിലിപ്പോസ്. യേശുപ്പച്ചന്റെ ആത്മാവിനെ നിറയപ്പെട്ട ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിലുള്ള കാല് ചവിട്ടി. ശമര്യ പട്ടണത്തിൽ ദുർഭൂതങ്ങൾ ഇളകി അലറി. അവിടെ സമാധാനമില്ലായിരുന്നു, സമാധാനം കിട്ടി. ശമര്യ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവദാസന്മാർ അവരുടെ അകത്ത് പകർന്ന പരിശുദ്ധി ആത്മാവിന്റെ തീ അണയ്ക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അന്ത്യകാലത്ത് സകല ജനത്തിന്റെ പേരെ എന്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിന്റെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അന്നാളുകൾ എന്റെ ആത്മാവിനെ സകലരുടെ മേലും പകരുമെന്നുള്ള ആ വചനം ഹല്ലേലൂയ അന്ന് മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന പൈതലെ, നിന്റെ മേൽ ഈ ആത്മാവിനെ പകരുവാൻ യേശു വന്നിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടോ? സ്വത്രം യോഹന്നാൻ സ്നാപകനെ പൂട്ടാൻ പറ്റില്ല. യേശു സുവിശേഷം എടുത്തു, യേശു സുവിശേഷം തുടങ്ങി. എന്നാൽ യേശു സ്തോത്രം ഇവിടം വിട്ട് പോയപ്പോൾ ശിഷ്യന്മാർ അങ്ങോട്ട് എഴുന്നേറ്റു. ഒറ്റ ശിഷ്യൻ പത്രോസ് എഴുന്നേറ്റു. അവിടെ 3000 പേർ രക്ഷിക്കപ്പെട്ടു. 5000 10,000 സഭ അങ്ങോട്ട് വളർന്നു. ഇതാ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. സ്തെഫാനോസിന്റെ മരണത്തോടെ തീർന്നു എന്ന് വിചാരിച്ചു. ഇല്ല, ദൈവദാസന്മാർ ചിതറി, ശുശ്രൂഷ തകർന്നു. ദൈവദാസന്മാർ ചിതറി പോയെടുത്ത് തീപ്പന്ത വീഴും പോലെ പട്ടണങ്ങളെ പിടിച്ചടക്കുന്ന അഭിഷേകത്തിന്റെ പുതപ്പിന് ദൈവം ആത്മാവ് അവരുടെ മേൽ കൈമാറി. അവര് പോയെടുത്ത് സുവിശേഷം പറഞ്ഞപ്പോൾ രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ പുറത്തായി, ബന്ധനങ്ങൾ തകർന്നു. ഇന്ന് ഈ ഗ്രൗണ്ടിനകത്തും ഭൂതങ്ങൾ പുറത്താകുന്നു, ബന്ധനങ്ങൾ തകരുന്നു, അന്ധകാര കെട്ടുകൾ അഴിയുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ദേശത്തിന്റെ ശബ്ദം കേൾക്കുന്ന മാന്യശ്രോതാവേ, തിരുവചനം ദേശത്തിറങ്ങുന്നു. വചനമിറങ്ങി ചില വ്യക്തികളെ, കുടുംബങ്ങളെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. വചനത്തെ പൂട്ടാർക്കെങ്കിലും പറ്റുമോ? ഇല്ല, ആർക്കും ഈ സുവിശേഷത്തെ പൂട്ടാൻ പറ്റിയില്ല. ഇന്നും ലക്ഷക്കണക്കിന് ജനങ്ങളെ ഈ സുവിശേഷം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങിയത്. ആരാണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. ഹല്ലേലൂയ. ആരാണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുവാകുന്നു സുവിശേഷം. ആരാണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുവാണ് സുവിശേഷം. സുവിശേഷം ആരാണ്? യേശു ക്രിസ്തു. ഇവിടെ എന്തിനാണ് സുവിശേഷം വന്നത്? നിങ്ങൾ കാണാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ, തീത്തോസിന്റെ ലേഖനം സ്തോത്രം 2-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ ഇവിടെ എന്തിനാണ് സുവിശേഷം വന്നത്? വായിച്ചേ, കാണാൻ പറ്റിയോ? 2-ന്റെ-11-12 വാക്യം വായിച്ചേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ശ്രദ്ധിച്ചേ, സ്തോത്രം. 1, എന്താണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. എന്തിനാണ് ഈ ദേശത്ത് സുവിശേഷം പറയാൻ കാരണം? സകല മനുഷ്യർ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. എന്ത് ചെയ്യണം? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനാണ് ഈ സുവിശേഷം. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആരാണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. ഈ സുവിശേഷത്തെ പൂട്ടാൻ പലരും നോക്കി, ഇല്ല, പൂട്ടാൻ പറ്റിയില്ല. എത്രത്തോളം പൂട്ടാൻ നോക്കുമോ അത്രത്തോളം സുവിശേഷം ഇന്ന് ലോക ജാതികൾ കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷത്തിന് ജീവനുണ്ട്. യേശു തന്നെ സുവിശേഷം. എന്തിനാണ് ഈ ദേശത്ത് സുവിശേഷം? എല്ലാ മനുഷ്യരെന്ത് പ്രാപിക്കണം? രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷം. ആരാണ് രക്ഷിക്കപ്പെടേണ്ടത്? സങ്കീർത്തനങ്ങൾ 49-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. സങ്കീർത്തനങ്ങൾ 49-ന്റെ 1 വായിച്ചേ.
സങ്കീർത്തനങ്ങൾ 49-1 വാക്യം വായിക്കുമ്പോൾ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ആരാ രക്ഷിക്കപ്പെടേണ്ടേ? ആരാണ് സുവിശേഷം? യേശു. യേശു എന്ന സുവിശേഷത്തെ പൂട്ടാൻ ആർക്കും കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്തിനാണ് ഈ ദേശത്ത് ഈ സുവിശേഷം? രക്ഷ പ്രാപിക്കാൻ. ആരാ രക്ഷ പ്രാപിക്കേണ്ടത്? എല്ലാവരും രക്ഷ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. വചനം കേട്ടാൽ എന്തെല്ലാം കിട്ടും സഹോദരങ്ങളെ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. അപ്പോ സുവിശേഷം എന്ത് മാറ്റും? ഭയം മാറ്റും. ഇന്ന് രാത്രി ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ഗ്രൗണ്ടിൽ ആരെല്ലാം ഭയത്തോടിരിക്കുന്നുവോ നിങ്ങളുടെ ഭയത്തെ മാറ്റുവാൻ കഴിവുള്ള നസ്രയനാകുന്ന യേശു, ആ കർത്താവ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. സുവിശേഷം കേൾക്കുന്ന വ്യക്തിയുടെ ഭയം മാറും. എന്ത് മാറും? ഭയം മാറും. സുവിശേഷം ആര് കേട്ടാലും സുവിശേഷം കേൾക്കുന്ന വ്യക്തിയുടെ ഭയം മാറും. ഒന്ന്, ഭയം മാറും. അടുത്ത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കണ്ടോ? മഹാസന്തോഷം കിട്ടും. ഒന്ന്, ഭയം മാറും. ഇന്ന് ഭയത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. തലമുറകളെ അടക്കി ഭരിച്ച് ഭയമിടുന്ന സകല ഭയപ്പാടുകളെ പൊട്ടിക്കാൻ യേശുവിന്റെ സുവിശേഷത്തിന് ശക്തിയുണ്ട്. എബ്രായർ 4:12 വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മറ്റകളെയും വരെ വേർപിരിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്ന തിരുവചനം. ആ വചനത്തിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു കാര്യമുള്ളത്. ഇരമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വചനം തീയും പാറയെ തകർക്കുന്ന ചുറ്റികയുമല്ലയോ. ഈ വചനം ദേശത്തിറങ്ങുമ്പോൾ ജീവനില്ലാത്തത് ജീവൻ വരും, കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. ദൈവത്തിന്റെ ഹിതം ചെയ്ത് ഈ തിരുവചനം മടങ്ങി വരൂ. എന്തിനാണ് സുവിശേഷം? ഒന്ന്, ഭയം മാറും. രണ്ട്, സുവിശേഷം കേൾക്കുമ്പോൾ സർവ്വജനത്തിനും എന്ത് വരും? സന്തോഷം വരും. മൂന്ന്, സുവിശേഷം കേൾക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. കണ്ടോ? സുവിശേഷം കേൾക്കുമ്പോൾ ഭയം മാറും. സുവിശേഷം കേൾക്കുമ്പോൾ സന്തോഷം വരും. സ്തോത്രം. സുവിശേഷം കേൾക്കുമ്പോൾ എന്ത് വരും? സന്തോഷം വരും. 3, സുവിശേഷം കേൾക്കുമ്പോൾ മാനസാന്തരം വരും. സുവിശേഷം കേൾക്കുമ്പോൾ എന്ത് വരും? മാനസാന്തരം വരും. എന്താണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. യേശുവിനെ കിട്ടിയാൽ മാനസാന്തരം വരും. യേശുവിനെ കിട്ടിയാൽ നേരത്തെ പറഞ്ഞു സമാധാനം വരും, പിശാചിന്റെ പ്രവർത്തികൾ അഴിയും. യേശുവിനെ കിട്ടിയാൽ പാപം പോകും, തീർന്നില്ല. യേശുവിനെ കിട്ടിയാൽ സന്തോഷം വരും, തീർന്നില്ല. യേശുവിനെ കിട്ടിയാൽ സ്തോത്രം ഭയം മാറും, തീർന്നില്ല. യേശുവിനെ കിട്ടിയാൽ മാനസാന്തരം വരും. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അല്പസമയം കൂടെ ഉള്ളൂ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യനെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും പരിചയമുള്ള ഒരു കഥാപാത്രം സക്കായി എന്ന ഒരു മനുഷ്യനെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. ചുങ്കം പിരിവാണ് സക്കായിയുടെ ജോലി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ചുങ്കം പിരിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം യേശു അവിടെ വരുന്നു എന്ന് ആര് കേട്ടു? സക്കായിക്ക് മനസ്സിലായി യേശു അവിടെ വരുന്നു. ഇത് കേട്ട ഉടനെ വചനം കേട്ടാൽ എന്ത് വരും? മാനസാന്തരം വരും. സക്കായിക്ക് മാനസാന്തരം വന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. വചനം കേട്ടാൽ എന്തൊക്കെ വരും? വചനം ആരാ? യേശു. വചനം ആരാ? യേശു. എന്തിനാണ് ഈ വചനം ഇവിടെ ഈ ദേശത്ത് കേൾക്കുന്നത്? എല്ലാവരും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. ആര് രക്ഷിക്കപ്പെടണം? എല്ലാവരും രക്ഷിക്കപ്പെടണം. അതിനാണ് ഈ വചനം ഇവിടെ കേൾക്കുന്നത്. വചനം കേട്ടാൽ എന്തൊക്കെ വരും? സന്തോഷം വരും, പിശാചിന്റെ പ്രവൃത്തി അഴിയും, സമാധാനം വരും, പിന്നെ സ്തോത്രം, പിന്നെന്ത് വരും? പാപമോചനം വരും, തീർന്നില്ല. സന്തോഷം വരും, തീർന്നില്ല. ഭയം മാറും, അടുത്ത തീർന്നില്ല. മാനസാന്തരം വരും. ലൂക്കോസ് 19-ൽ വചനം കേട്ട് മാനസാന്തരപ്പെട്ട സക്കായി. ഹല്ലേലൂയ. സ്തോത്രം. യേശു അവിടെ വരുന്നു എന്നറിഞ്ഞ സക്കായി സ്തോത്രം ഓടിപ്പോയി യേശുവിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ വലിയൊരു ജനക്കൂട്ടം. എങ്ങനെ? വലിയൊരു ജനക്കൂട്ടം. ഈ ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് സക്കായിക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നു, പൊക്കം കുറവായതിനാൽ സക്കായിക്ക് യേശുവിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് സക്കായി ചിന്തിച്ചു, ഇനി ഞാൻ തിരിച്ച് വീട്ടിലൊന്നും പോകുന്നില്ല. നമ്മളാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകും, അടുത്ത ആഴ്ച വന്ന് കാണാമെന്ന് വിചാരിക്കും. പക്ഷെ സക്കായി അങ്ങനെയല്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടേ പോകും. എത്രക്ക് ആഗ്രഹമുണ്ട്? ഞാൻ ഇന്നിവിടെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശുവിനെ കൊണ്ടേ പോകും.
ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? പാപം വിട്ടു തിരിഞ്ഞേ പോകൂ, പാപം വലിച്ചെറിഞ്ഞിട്ടേ പോകൂ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ സ്വഭാവത്താൽ നിറഞ്ഞേ പോകൂ. ഞാൻ വന്നത് പാവിയായിട്ടാ, പക്ഷെ ഞാൻ തിരിച്ചു പോകുന്നത് ക്രിസ്തുവിനെ കൊണ്ടേ പോകൂ. എത്രർക്ക് ആഗ്രഹമുണ്ട് യേശുവിനെ കൊണ്ടുപോകാൻ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. ഭൂതങ്ങൾ പുറത്താകുന്നതാണ് സന്തോഷം, അത്ഭുതം നടക്കുന്നതാണോ സന്തോഷം? എന്താ സന്തോഷം? നെയ്യാറ്റിൻകര താലൂക്ക് മുഴുവൻ ശാലിനി സിസ്റ്ററിന്റെ പേരിൽ എഴുതിയാൽ എനിക്ക് സ്വർഗത്തിലെ ദൈവം എണീറ്റുന്ന സല്യൂട്ട് വരുമോ? എനിക്ക് ഇന്ത്യ മുഴുവൻ എൻ്റെ സ്ഥലമാണ്. ഇന്ത്യ മുഴുവൻ എൻ്റെ സ്ഥലം എന്ന് വെച്ചോ, ആരോടും പറയണ്ട, എൻ്റെ സ്ഥലമെന്ന് വെച്ചോ. പാവപ്പെട്ട ശാലിനിക്ക് ഇന്ത്യ മുഴുവൻ അവളുടേതാ എന്ന് പറഞ്ഞ് സ്വർഗം തുറന്ന്, സ്റ്റേഫാനോസ് കണ്ടതുപോലെ സ്വർഗം തുറന്ന് ശാലിനി സല്യൂട്ട് എന്ന് പറയൂ യേശു. യേശുവിൻ്റെ കണ്ണ് സന്തോഷം വരുമോ? ഇല്ല. പിന്നെ യേശു സന്തോഷിക്കുക എന്തില്ല? ലൂക്കോസ് 10:19 എന്തോന്നാ? സ്വത്രം, പാമ്പുകൾ, തേളുകൾ, ശത്രുവിൻ്റെ സകലബലത്തെ ഞാൻ നിങ്ങൾക്ക് ചവിട്ടുവാൻ അധികാരം തരുന്നു, എങ്കിലും ഈ ഭൂതങ്ങൾക്ക് നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷം. എന്തിലാ സന്തോഷം? ഇന്ത്യ മുഴുവൻ കിട്ടിയ ദൈവത്തിന് വല്ല സന്തോഷമുണ്ടോ? പക്ഷെ ഒരു പാവി മാനസാന്തരപ്പെട്ട സ്വർഗം ചലിക്കും, ദൂതന്മാർ ചലിക്കും, യേശു എഴുന്നേൽക്കും. ഓ, ജീവന്റെ പുസ്തകം എടുക്കും, അങ്ങോട്ട് എഴുതും, പേരെഴുതും. എനിക്ക് 1 കോടി അല്ലെങ്കിൽ 100 കോടി ആസ്തി കിട്ടുന്ന യേശുവിന് അവിടെ ഒന്നുമില്ല. പക്ഷേ ഞാൻ പാവത്തെ വിട്ടുതിരിഞ്ഞെന്ന് പറഞ്ഞാൽ സ്വർഗം ചലിക്കും. ഇന്ന് രാത്രി നമ്മൾ ആരൊക്കെ യേശുവിനെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്? അപ്പോ സ്വത്രമായി എഴുതിയിരിക്കുന്നു, യേശു വന്നാൽ മാനസാന്തരം കിടും. സക്കായി എടുക്കൽ യേശുവിനെ കാണാൻ സക്കായി ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സക്കായി കാത്തിരിക്കുമ്പോൾ എനിക്കെൻ്റെ യേശുവിനെ കാണണം, പക്ഷേ സ്വത്രം യേശു എന്നെ കാണല്ലേ എന്ന് ഇലയുടെ ചുവട്ടിൽ സക്കായി കാത്തിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സ്വത്രം യേശു ക്രിസ്തു അവൻ്റെ ആഗ്രഹം അറിഞ്ഞു, അവൻ്റെ ഹൃദയം അറിഞ്ഞു, അവൻ്റെ ചിന്ത അറിഞ്ഞു. ഹല്ലേലൂയ, അവൻ്റെ ഹൃദയവും ചിന്തയും എല്ലാം സ്വത്രം ഹല്ലേലൂയ യേശു ക്രിസ്തു അറിഞ്ഞിട്ട് സ്വത്രം മഴ നനയുന്നവർ കസേരയോടും കൂടെ ഫ്രണ്ടിലോട്ട് വന്നാൽ മതി. നിങ്ങൾ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ് നാളെ വരാതിരിക്കല്. എല്ലാ കസേര ഫ്രണ്ടിലോട്ട് ഇട്ടോളാം. നിങ്ങൾ എല്ലാവരും നാളെ വരണം. കസേരകളുമായിട്ട് ഫ്രണ്ടിലോട്ട് നീങ്ങി വന്നാൽ മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സക്കായി എന്ന ആ മനുഷ്യൻ യേശുവിനെ കാണാൻ കാട്ടത്തിയുടെ മുകളിൽ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. എന്നെ കാണല്ല, എനിക്ക് യേശുവിനെ കാണണം. എന്നാൽ ദാഹമുള്ളവനെ കണ്ട ദൈവം, ദാഹിക്കുന്ന ഹൃദയത്തെ കണ്ട ദൈവം, ദാഹമുള്ളവന്റെ ഉള്ളം കണ്ട എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? സക്കായി ഇരുന്ന അത്തിയുടെ ചുവട്ടിലേക്ക് പോയി സക്കായി എന്ന് മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഈ ഗ്രൗണ്ടിൽ വന്ന പൈതലേ, യേശുവിനെ സ്വീകരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ, ആ യേശുവിനെ കൂടെ കൊണ്ടുപോകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:2 ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ സമയം, കൃപയുടെ കവാടം അടഞ്ഞു പോകുന്നതിന് മുൻപ് ഇന്ന് രാത്രി യേശുവിനെ കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇതിൽ പര സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പൊ സുവിശേഷം കേൾക്കുമ്പോൾ സ്വത്ര സമാധാനം വരും, സുവിശേഷം കേൾക്കുമ്പോൾ ഭയം മാറും, സുവിശേഷം കേൾക്കുമ്പോൾ മാനസാന്തരം വരും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 22-ാം വചനം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യം വായിച്ച്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട്, നീ വാഷളത്വം വിട്ട്, വചനം കേൾക്കുമ്പോൾ എന്ത് വിടും? വാഷളത്വം വിടും. വചനം കേൾക്കുമ്പോൾ എന്ത് വിടും? വഷളത്വം വിടും. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം എഴുതിയിരിക്കുന്നു. 10-ാം അധ്യായം 43-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അടുത്ത് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ, വചനം കേട്ട എന്ത് വരും? പരിശുദ്ധാത്മാവ് വരും. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 19 വായിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരുടെ ക്ഷുദ്രം നിലയ്ക്കും. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന സകലരും എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ഏടുകളും പുസ്തകങ്ങളും കൊണ്ട് ചുട്ടുകളയും. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 19:19. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളയും. എന്ത് ചെയ്യും? ചുട്ടുകളയും. എല്ലാവരും കാണുക ചുട്ടുകളയും. അപ്പൊ വചനം കേട്ടാൽ
അത്ഭുതം നടക്കും, മാനസാന്തരം വരും, പരിശുദ്ധാത്മാവ് വരും. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർ മാനസാന്തരപ്പെട്ട് പുസ്തകങ്ങൾ വലിച്ചെറിയും. പിന്നെ സന്തോഷം വരും, ഭയം മാറും. അപ്പോസ്തലപ്രവൃത്തി 8:35-36 വായിക്കുമ്പോൾ സ്തോത്രം, ഫിലിപ്പോസ് ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ ഷണ്ഡൻ സ്നാനപ്പെട്ടു. വചനം കേൾക്കുമ്പോൾ എന്ത് വരും? സ്നാനപ്പെടും. വീണ്ടും യോഹന്നാൻ 8:32 വായിക്കുമ്പോൾ സ്വാതന്ത്ര്യം വരും. വചനം കേൾക്കുമ്പോൾ എന്ത് വരും? ഇന്ന് ഇതിനകത്ത് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ മക്കളും തൊടുകയാണ്, സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ക്രിസ്തുവിനുള്ളൊരു സ്വാതന്ത്ര്യം. കെട്ടപ്പെട്ട അനുഭവത്തിലാണോ വന്നേ? ഭാരത്തോടെയാണോ വന്നേ? മാനസികമായും ശാരീരികമായും തകർന്നാണോ ഇതിനകത്ത് വന്നേ? എന്നാൽ ആ മനസ്സിന്റെ ആ വിഷമത്തെ മാറ്റാൻ, ആ ബന്ധനങ്ങളെ അഴിക്കാൻ, സ്വാതന്ത്ര്യത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ യേശു വന്നിട്ടുണ്ട്. 8:32 വായിക്കുമ്പോൾ സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. വായിച്ച 8:32. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ആ സത്യമാകുന്ന വചനത്തെ, ആ യേശുവിനെ നമുക്ക് എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റും? ആ യേശു ഇന്ന് മാറാത്ത ദൈവമായി ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ യേശു ഇന്ന് ഇതിനകത്ത് ഓരോ മക്കളെ യേശു കാണുന്നുണ്ട്, ഓരോ മക്കളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഓ ദൈവത്തിന് സ്തോത്രം. ആ സത്യ തിരുവചനം കേട്ട്, ആ സത്യ തിരുവചനം അനുസരിച്ച് പാപത്തെ വിട്ടുതിരിഞ്ഞ് അപ്പോസ്തലപ്രവൃത്തി 4:12 മറ്റൊരുവരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. ആ നാമത്തിന്റെ മുമ്പിൽ ആരെല്ലാം വീഴും? പാപം പോകും, ഓ ശാപം പോകും, ബന്ധനം അഴിയും, കെട്ടുകൾ പൊട്ടും. ഒറ്റ വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 15 മുതൽ അങ്ങോട്ട് 21 വരെ ടക്കനെ വായിച്ചു പോയി നമ്മൾ പ്രാർത്ഥിച്ച് സ്വത്രം പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു. വായിച്ച്. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നെന്ന് പറഞ്ഞു. അടുത്ത് ഒരു ഉപമയും അവരോട് പറഞ്ഞത് ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അടുത്ത് അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളയും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അടുത്ത വരും. ദൈവമോ അവനോട് മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിച്ചേ സ്നേഹിതരെ, ഈ ശബ്ദം കേൾക്കുന്ന ദേശത്തിലെ പ്രിയപ്പെട്ടവരെ, ഗ്രൗണ്ടിൽ വന്ന പ്രിയരെ, മൂഢ, ഇന്ന് നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്ക് ആകും? രാത്രി കർത്താവ് ചോദിക്കുകയാണ്, ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് ഞാൻ സമ്പത്തുണ്ടാക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഇന്ന് രാത്രി ഈ ലോകത്തിലുള്ള എല്ലാം നേടിയാലും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടം വിട്ട് എവിടെ ആയിരിക്കുക യാത്ര ചെയ്തത്? ലോകത്തുള്ള എല്ലാം നേടി സ്നേഹിത, യേശുവിനെ താങ്കൾക്ക് ലഭിച്ചോ? ജീവിതത്തിനകത്ത് മാറ്റം വന്നിട്ടുണ്ടോ? സ്വത്രം, മറ്റൊരുവരും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏകനാമം അത് യേശുവിന്റെ നാമമാണ്. ആ യേശുവിന്റെ നാമത്തിന് മോചനമുണ്ട്, പാപം മോചിപ്പിക്കും. ആ യേശുവിന്റെ രക്തം പാപത്തെ ക്ഷമിക്കും, കെട്ടുകളെ പൊട്ടിക്കും, ബന്ധന അഴിക്കും. യേശുവിന്റെ ഇരുകരവും നീട്ടി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. നീ കണ്ണുനീരിന്റെ നടുവിലായിരിക്കാം, നീ വേദനയുടെ നടുവിലായിരിക്കാം, നീ ദുഃഖത്തിന്റെ നടുവിലായിരിക്കാം. മാന്യ ശ്രോതാവേ, എല്ലാത്തിനും പരിഹാരം യേശു ക്രിസ്തു മാത്രം.
ഇന്ന് രാത്രി ആ രക്ഷകനെ കർത്താവായി സ്വീകരിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കാൻ, യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, യേശുവിനെ കൂടെ കൊണ്ടുപോകുവാൻ. കല്ലറയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിന്ന മറിയ, ഓ സ്തോത്രം, കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ശിഷ്യന്മാർ വന്ന് നോക്കിയിട്ടെല്ലാം തിരിഞ്ഞു പോയി. അവൾ പറഞ്ഞു, എൻ്റെ യേശുവിനെ ഇവിടെ വെച്ചെന്ന് പറ, ഞാൻ അവനെയും കൊണ്ടേ പോകും. ഇന്ന് രാത്രി യേശുവിനെ കൊണ്ടുപോകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹൃദയത്തിനകത്ത് യേശുവിനെ സ്വീകരിക്കാൻ. ഇതുവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി മൂടാ, നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? എല്ലാം നേടി, പക്ഷേ യേശുവിനെ മാത്രം കിട്ടിയില്ല. മറ്റൊരുവൻ രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ആ യേശുവിന്റെ നാമത്തെ വിളി സ്വീകരിക്കും. സ്വത്രം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 1:12 പറയുന്നു, യോഹന്നാൻ 3:14 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് രാത്രി